ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട അശോകൻ ചെരുവിൽ, പ്രിയപ്പെട്ട അബൂബക്കർ മാഷ്, പ്രിയപ്പെട്ട ബിന്ദു, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ബാബറി മസ്ജിദ് പൊളിച്ചതിനെ തുടർന്ന് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഇടപെടലുകളിലൊന്ന് സാഹിത്യ അക്കാദമിയിൽ അഴീക്കോട് മാഷ് നടത്തിയ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരയായിരുന്നു എന്ന് നിങ്ങളിൽ ചിലർക്ക് ഓർമ്മയുണ്ടാവും. ഇതിൽ ചിലരെങ്കിലും ആ പ്രഭാഷണം കേട്ടിരിക്കാനും ഇടയുണ്ട്. എന്താണ് ഭാരതീയത എന്ന ശീർഷകത്തിലാണ് ആ പ്രഭാഷണ പരമ്പര അദ്ദേഹം ഇവിടെ നടത്തിയത്. തിങ്ങി നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തെയും അതിൻ്റെ ഭിന്ന രൂപങ്ങളെയും കുറിച്ച് മാഷ് വിശദമായി പ്രതിപാദിക്കുകയും എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർത്ത കിരാതമായ നടപടി ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവത്തിന് എതിരായി നിൽക്കുന്നത് എന്നതിനെ വളരെ തീക്ഷ്ണമായ ഭാഷയിൽ അദ്ദേഹം അന്ന് വിമർശിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്തിരുന്നു. 2 ദിവസത്തെ പ്രസംഗങ്ങൾ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 1-ാം ദിവസത്തെ പ്രഭാഷണത്തിൽ മാഷ് പറയുന്ന കൗതുകമുള്ളൊരു കാര്യം, ഇന്ത്യ 5 വലിയ ചക്രവർത്തിമാർക്കാണ് ജന്മം നൽകിയത്. ചന്ദ്രഗുപ്ത മൗര്യൻ, അശോകൻ, ഹർഷവർദ്ധനൻ, വിക്രമാദിത്യൻ, അക്ബർ. ഈ 5 പേരിൽ മാഷെന്ന് പറയുന്നുണ്ട് 2 പേര് ബൗദ്ധരായിരുന്നു, അശോകനും ഹർഷവർദ്ധനനും. ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനനായിരുന്നു. വിക്രമാദിത്യൻ ഗുപ്തരാജാവായ സമുദ്രഗുപ്തൻ, അദ്ദേഹം ഹിന്ദുവായിരുന്നു. അക്ബർ മുസൽമാനായിരുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു വൈവിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമെന്ന പോലെ അദ്ദേഹം ഈ 5 മഹാചക്രവർത്തിമാരുടെ പാരമ്പര്യത്തിൽ വാസ്തവത്തിൽ ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ മുഴുവൻ കുത്തകയും അവകാശപ്പെടുന്ന ഹിന്ദുമതത്തിനോ ഹിന്ദുത്വത്തിനോ വാസ്തവത്തിൽ ഒരു ചക്രവർത്തിക്ക് മാത്രമാണ് ജന്മം നൽകാൻ കഴിഞ്ഞത് എന്ന കാര്യം സാന്ദർഭികമായി എടുത്തു പറയുന്നുണ്ട്. ആളുകൾക്ക് എളുപ്പം മനസ്സിലാവുന്നൊരു ഉദാഹരണം, അദ്ദേഹം തൻ്റെ ആശയം വിശദീകരിക്കാൻ അതിനെ ആശ്രയിച്ചു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ ഭൂതകാലത്തെയോ അതിൻ്റെ സംസ്കാരത്തെയോ ഏതെങ്കിലും ഒരു ക്രമത്തിലേക്കോ പ്രകാരത്തിലേക്കോ മെരുക്കിയെടുക്കുക ഒരു നിലയ്ക്കും സാധ്യമല്ല. ഇപ്പം സമീപകാലത്ത് വളരെ കൂടുതൽ ഉയർന്നു വന്ന സനാതനധർമ്മത്തെക്കുറിച്ചുള്ള, സനാതനമെന്ന വാക്കിനെക്കുറിച്ചുള്ള ചർച്ചയുടെ സന്ദർഭത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട്. അത് 19-ാം നൂറ്റാണ്ടിൽ ഈ വാക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ യാഥാസ്ഥിതിക ഹിന്ദുക്കൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നതാണ്. സനാതനധർമ്മം എന്ന വാക്ക് ഹിന്ദുമതം എന്നതിന് പകരമായി ഇന്ത്യയിലെ മതയാഥാസ്ഥിതികർ ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഒരു കാരണം തങ്ങളുടെ പാരമ്പര്യം വളരെ ആഴമുള്ളതാണെന്നും വളരെ വേരുള്ളതാണെന്നും ഒക്കെ അവകാശപ്പെടുന്ന സമയത്ത് തന്നെ ആ മതത്തെ സൂചിപ്പിക്കുന്ന പേര് ഒട്ടും ഭാരതീയമായിരുന്നില്ല എന്നതാണ്. അത് ഇന്ത്യക്ക് പുറത്ത് പേർഷ്യയിൽ സിന്ധു എന്ന വാക്ക് തെറ്റായി ഉച്ചരിച്ചതിൻ്റെ, അല്ലെങ്കിൽ പ്രാചീന പേർഷ്യൻ സമ്പ്രദായത്തിൽ ഉച്ചരിച്ചതിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു വാക്കാണ്. ഹിന്ദു എന്ന വാക്കും ഹിന്ദുക്കൾ എന്ന വാക്കും ഹിന്ദുമതം എന്ന വാക്കുമൊക്കെ ആ നിലയിൽ തദ്ദേശീയമല്ല, പരദേശീയമാണ്. നമ്മൾ എൻറ്റോണിം എക്സോണിം എന്ന് പറയുമല്ലോ. ഒരു ജനതയെ സൂചിപ്പിക്കാൻ ആ ജനത ആഭ്യന്തരമായി ഉണ്ടാക്കുന്ന വാക്ക് അല്ല, ഒരു ജനതയെ സൂചിപ്പിക്കാൻ പുറത്തുള്ളവരുണ്ടാക്കുന്ന വാക്കാണ് ഈ എക്സോണിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തങ്ങളുടെ പാരമ്പര്യ അഭിമാനബോധത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുന്ന ഒരു പദം ഹിന്ദു എന്ന വൈദേശിക പദത്തിന് പകരമായി വേണം എന്ന ഒരു താല്പര്യവും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പരിഷ്കരണത്തോടും അന്നത്തെ സാമൂഹികമായ നവീകരണ ശ്രമങ്ങളോടും ഇടഞ്ഞു നിന്ന അതിയാഥാസ്ഥിതികരായ ബ്രാഹ്മണ ഹിന്ദുക്കൾക്ക് തോന്നിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്
ഹിന്ദു എന്ന വാക്കിന് പകരം വ്യാപകമായി സനാതനം, സനാതനധർമ്മം എന്നെല്ലാമുള്ള വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ പേരിലോ ഈ രാജ്യത്തെ മതങ്ങളുടെ പേരിലോ മുതൽ തന്നെ വാസ്തവത്തിൽ നമ്മുടെ സംസ്കൃതിയുടെ ചരിത്രം ആഴമേറിയ കൂടിക്കലരലുകളുടെയും പങ്കുവയ്പ്പുകളുടെയും കൊടുക്കൽ വാങ്ങലുകളുടെയും ചരിത്രമാണ്. ആ ചരിത്രത്തെ മിക്കവാറും തമസ്കരിച്ചുകൊണ്ട് അതിനു മുകളിൽ ഏകദാനമായ ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യം ആരോപിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഭൂതകാലത്തെക്കുറിച്ചുള്ള മുഖ്യധാരാ സങ്കല്പങ്ങൾ രൂപപ്പെട്ടു വന്നത്. അത് പൊടുന്നനെ തുടങ്ങിയതാണ് എന്ന് പറയുക വയ്യ. വാസ്തവത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യ നിർമ്മാണത്തെക്കുറിച്ചുള്ള തൻ്റെ വിപുലമായ ആലോചനയുടെ സന്ദർഭത്തിൽ അമർത്യാസൻ ചൂണ്ടിക്കാണിക്കുന്ന വളരെ സവിശേഷമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് 3 ധാരകളെയെങ്കിലും പുറന്തള്ളിക്കൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ത്യ അതിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള, അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ആധുനിക ധാരണകൾ രൂപപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന് ബ്രാഹ്മണേതരമായ മതപാരമ്പര്യങ്ങളാണ്. ബ്രാഹ്മണേതരം എന്ന് ഞാൻ പറയുന്നത് ഹൈന്ദവേതരം എന്ന് പിൽക്കാലത്തെ മുൻനിർത്തി വേണമെങ്കിൽ പറയാം. കാരണം ഹിന്ദു എന്ന വാക്ക് ഇന്ത്യയുടെ ഭൂതകാലത്തിൽ വേറുള്ള ഒരു വാക്കല്ല. ഇന്ന് ഹിന്ദുമതത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഒരൊറ്റ കൃതിയിലും നിങ്ങൾക്ക് ഹിന്ദു എന്ന വാക്ക് കാണാൻ കഴിയില്ല. മഹാഭാരതത്തിൽ അതില്ല, രാമായണത്തിൽ അതില്ല, വേദങ്ങളിൽ ആ വാക്കില്ല. പ്രാചീന ഉപനിഷത്തുകൾ എന്ന് പറയുന്ന ഈശാവാസ്യം മുതൽ ബൃഹദാരണ്യകം വരെയുള്ള കൃതികളിൽ ആ വാക്കില്ല. ഏതാണ്ട് വളരെ പിന്നീട് ക്രിസ്തുവർഷാരംഭത്തിന് ശേഷം 3ഓ 4ഓ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴാണ് ഇന്ത്യയിൽ പ്രചരിക്കുന്ന ഒരു സവിശേഷമായ ജീവിത രീതി എന്ന നിലയിൽ ഹിന്ദു എന്ന വാക്ക് ഹിന്ദുധർമ്മം എന്ന സൂചന കൈവരിക്കുന്നത്. അപ്പോഴും അതിന് മതപരമായ ഉള്ളടക്കം കൈവന്നിട്ടില്ല. ഹിന്ദുധർമ്മം എന്ന നിലയിൽ ആ വാക്ക് വ്യവഹാരത്തിലുണ്ട്. അത് പേർഷ്യക്കാരുടെ പ്രയോഗത്തിൽ നിന്ന് സിന്ധു എന്ന വാക്കിനെ പദാദിയിൽ വരുന്ന സകാരത്തെ ഹകാരമായിട്ടാണ് ഉച്ചരിക്കുക പ്രാചീന പേർഷ്യനിൽ എന്നതുകൊണ്ട് സിന്ധു എന്നത് ഹിന്ദു ആയിത്തീരുകയും സിന്ധു തീരവാസികൾ എന്നർത്ഥത്തിൽ സിന്ധുക്കൾ എന്നത് ഹിന്ദുക്കൾ എന്ന നിലയിൽ ഉച്ചരിച്ചു തുടങ്ങുകയും ചെയ്താണ് ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായൊരു സൂചന, ഒരു ടെറിട്ടോറിയൽ ജിയോഗ്രഫിക്കലായ ഒരു സൂചന എന്ന നിലയിലാണ് ഹിന്ദുക്കൾ എന്നുള്ള വാക്ക് വേരുപിടിക്കുന്നത്. അപ്പോൾ പോലും അത് മതപരമായ അർത്ഥസൂചനയിലേക്കൊന്നും എത്തിയിട്ടില്ല. അത് 19-ാം നൂറ്റാണ്ടിലെ ജനസംഖ്യാ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഹിന്ദു എന്ന വാക്ക് മതപരമായ സുനിശ്ചിതാർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുവരെ അതൊരു ധർമ്മസങ്കല്പം എന്ന നിലയിലൊക്കെ വ്യവഹരിക്കപ്പെടുന്നുണ്ട് എന്നത് ശരിയാണെങ്കിലും. അതുകൊണ്ട് റോമില ഥാപ്പർ സാന്ദർഭികമായിട്ട് പറയുന്ന ഒരു കമൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ വിക്രമാദിത്യൻ ഉണ്ടല്ലോ, സമുദ്രഗുപ്തൻ, വിക്രമാദിത്യൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഹിന്ദു ചക്രവർത്തി എന്ന് കരുതുന്ന വിക്രമാദിത്യൻ്റെ കൊട്ടാര സദസ്സിൽ ചെന്ന് നിങ്ങളാരെങ്കിലും അദ്ദേഹത്തോട് താങ്കളൊരു ഹിന്ദു ആണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. കാരണം ആ കാലത്ത് ഹിന്ദു എന്ന പദം ഒരു സാമാന്യ നാമമായി ഉറച്ചിട്ടില്ല. ഗുപ്തകാലത്തിന് ശേഷമാണ് ഈ വാക്ക് വാസ്തവത്തിൽ വ്യാപകമായ അർത്ഥത്തിൽ ഉറയ്ക്കുന്നത് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ രാജ്യത്തെ സൂചിപ്പിക്കുന്ന അടിസ്ഥാനപരമായ സങ്കല്പങ്ങളിൽ തന്നെ, അത് ഇന്ത്യ എന്ന പേരാകാം, ഹിന്ദുമതം എന്ന സങ്കല്പമാകാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നാനാതരം ആശയങ്ങളാകാം, ഇതൊക്കെ വലിയ തോതിലുള്ള കൂടിക്കലരലുകളിലൂടെ ഉണ്ടായി വന്നതാണ്, തീർത്തും സ്വകീയമായിട്ടല്ല. അമർത്യാസൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ 19-ാം നൂറ്റാണ്ട് അവസാനമോ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലോ ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യത്തെ സങ്കല്പിച്ചുണ്ടാക്കിയ സമയത്ത് വന്നുപെട്ട ഒരു വലിയ തകരാറ്, അത് 3 തരത്തിലുള്ള ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ തിരസ്കാരം കൂടിയായി തീർന്നു. അതിലൊന്നാമത്തതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ബ്രാഹ്മണേതരമായ അല്ലെങ്കിൽ ഹൈന്ദവേതരമായ മതപാരമ്പര്യങ്ങളാണ്. വേദങ്ങളിലും ഔപനിഷദിക സാഹിത്യത്തിലുമൊക്കെ തെളിഞ്ഞു കാണുന്ന ആശയാവലികൾക്കപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഭൂതകാലം ജന്മം നൽകിയ എത്രയോ വിപുലമായ
വിനിമയങ്ങൾ ഇന്ത്യാ ചരിത്രത്തിലുണ്ട്. വാസ്തവത്തിൽ വേദങ്ങളും വൈദിക സാഹിത്യവും അതുമായി ബന്ധപ്പെട്ട ജീവിത രീതികളും പ്രത്യേകിച്ചും ബ്രാഹ്മണങ്ങൾ വഴി വികസിച്ചു വന്ന യജ്ഞയാഗ പാരമ്പര്യങ്ങളും അനുഷ്ഠാനക്രിയകളും ഇന്ത്യയുടെ പൊതുജീവിതത്തിൽ വേരുപിടിച്ചതിൻ്റെ എത്രയോ മടങ്ങ് വാസ്തവത്തിൽ ബുദ്ധമതം ഇന്ത്യയുടെ കീഴ്ത്തട്ട് ജീവിതത്തിൽ വേരുപിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഭാഷയിലേക്ക് തന്നെ നോക്കിയാൽ പള്ളിക്കൂടം എന്ന വാക്ക് മുതൽ ശബരിമല ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹ നിർമ്മാണ രീതി വരെയുള്ള എത്രയോ കാര്യങ്ങളിൽ ബുദ്ധമതത്തിൻ്റെ തെളിഞ്ഞും ഒളിഞ്ഞുമുള്ള സ്വാധീനം പ്രവർത്തിക്കുന്നത് കാണാം. അയ്യനാരെന്ന പ്രാദേശിക ദേവതാ സങ്കല്പവും ബൗദ്ധ സങ്കല്പവും ശരണം വിളിയും അയ്യപ്പൻ്റെ വിഗ്രഹ ലക്ഷണവും ഒക്കെ ബുദ്ധമതവുമായി കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ ഏത് ഗ്രാമാന്തരത്തിൽ ചെന്നാലും ബുദ്ധമതം ജന്മം നൽകിയ നാനാതരത്തിലുള്ള ആവിഷ്കാര സമ്പ്രദായങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതെല്ലാം നിൽക്കുന്നുണ്ട്. അജന്തയിൽ രൂപപ്പെട്ട പത്മവാണി ബോധിസത്വൻ്റെ രേഖാസമ്പ്രദായത്തിൻ്റെ തുടർച്ചകളെ നമ്മുടെ അമ്പലച്ചുമർ ചിത്രങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കേസരി പറയുന്നതാകട്ടെ ഈ പത്മവാണി ബോധിസത്വനെ വരയ്ക്കാനായിട്ട് ആശ്രയിച്ച രേഖാസമ്പ്രദായം പേർഷ്യൻ ഭൂഭാഗ ചിത്രണ രീതിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പകർന്നു വന്നതാണ് എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്പലച്ചുമരിൽ കാണുന്ന ഒരു ചിത്രത്തിന് പ്രാചീന പേർഷ്യയിൽ ക്രിസ്തുവിന് 1000 വർഷം മുമ്പൊക്കെ രൂപപ്പെട്ടു വന്ന രേഖാസമ്പ്രദായങ്ങളിൽ നിന്ന് ഒരു തുടർച്ച കാണാൻ പറ്റും. കേസരി പറയുന്നുണ്ട്, കളമെഴുത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കളമെഴുത്തിൻ്റെ രേഖാസമ്പ്രദായം വർണ്ണസമ്പ്രദായം എന്നത് വളരെ പഴയ മെഡിറ്ററേനിയൻ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേസരി എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ സാർവദേശീയത എന്ന് പറയുന്നത് നിങ്ങൾ പാരീസിൽ പോകുന്നതല്ല, നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് ലോകം വന്ന് കയറുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എത്രയോ പരിസരങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ആശയാവലികൾ വന്നു കയറിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന സമയത്ത് വേദങ്ങളുടെ നാടെന്നോ ഉപനിഷത്തുകളുടെ നാടെന്നോ പറയുന്നത് പോലെ ബുദ്ധൻ്റെ നാട് എന്ന് പറയാൻ നമുക്ക് പറ്റാതെ പോയി. വാസ്തവത്തിൽ അങ്ങനെ ഒരു ശ്രമം ഇന്ത്യയുടെ പിൽക്കാലത്ത് നടക്കുകയുണ്ടായി. നമ്മുടെ ദേശീയ പാരമ്പര്യത്തെക്കുറിച്ച് ആലോചിച്ച സമയത്ത് ബൗദ്ധമായ മുദ്രകളെ ഏറ്റെടുക്കാനും ബൗദ്ധമായ ഒരു അടിസ്ഥാനത്തിൽ അത് ഉറപ്പിക്കാനും ഭരണഘടനാ നിർമ്മാണത്തിന് ശേഷമുള്ള സന്ദർഭങ്ങളിൽ കുറേ ശ്രമം നടന്നു. നമ്മുടെ ദേശീയ ചിഹ്നമായിട്ട് അശോകസ്തംഭത്തിലെ സിംഹങ്ങൾ വന്നു. അശോകൻ്റെ ധർമ്മചക്രം ദേശീയ പതാകയിലെ അടയാളമായി തീർന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു. എങ്കിലും പൊതുവിൽ ഇന്ത്യൻ ഭൂതകാലത്തെ അതിൻ്റെ ബൗദ്ധമോ ജൈനമോ ഒക്കെയായ വേരുകളുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കുന്നതിൽ പൊതുവെ നാം പരാജയപ്പെടുകയും ഹൈന്ദവേതരം എന്നുള്ള വാക്കിനേക്കാൾ കുറച്ചുകൂടി നല്ലത് വൈദികമെന്നോ ബ്രാഹ്മണികമെന്നോ പറയുന്നതാണ്. ബ്രാഹ്മണേതരമായ വൈദികേതരമായ ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യങ്ങളെ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ പ്രവർത്തിച്ച മതങ്ങളെ, അവ ജന്മം നൽകിയ ആശയാവലികളെ, അവ ജന്മം നൽകിയ ജീവിത രീതികളെ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ സ്വാഭാവിക ഉൽപ്പന്നങ്ങളായിട്ട് കാണാൻ നമുക്ക് പറ്റാതെ പോയി. ഇപ്പോൾ ആരും ഓർക്കാത്തൊരു കാര്യമുണ്ട്. ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതമാണ്. ഈ ലോകത്തെ തന്നെ ഏറ്റവും വിപുലമായ വൈവിധ്യമുള്ള ഏറ്റവും വലിയ കൃതിയാണ് മഹാഭാരതം. ഈ മഹാഭാരതത്തിന് ലോകത്താദ്യമായൊരു സമ്പൂർണ്ണ പരിഭാഷ ഉണ്ടാകുന്നത് ഇന്ത്യൻ ഭാഷകളിലേയല്ല, അത് പേർഷ്യൻ ഭാഷയിലാണ്. അക്ബറുടെ കൊട്ടാരത്തിൽ വലിയ തോതിൽ പണ്ഡിതന്മാരെ ഉപയോഗപ്പെടുത്തി പേർഷ്യൻ ഭാഷയും സംസ്കൃതവും ഒരുമിച്ചറിയുന്ന ആരും അന്നില്ലാത്തതുകൊണ്ട് സംസ്കൃതത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തി, ഹിന്ദിയിൽ നിന്ന് പേർഷ്യനിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടാണ് 18-ാം നൂറ്റാണ്ടിൽ റസംനാമ എന്ന പേരിൽ മഹാഭാരതത്തിൻ്റെ ആദ്യ സമ്പൂർണ്ണ വിവർത്തനം വരുന്നത്. ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിലൊക്കെ എഴുത്തച്ഛനടക്കം ചുരുക്കി എഴുതിയിട്ടുണ്ട്. കിളിപ്പാട്ടടക്കമുള്ള ധാരാളം പുനരാഖ്യാനങ്ങളുണ്ട്. പക്ഷേ കമ്പുള്ള ഒരു പരിഭാഷ വരുന്നത് പേർഷ്യൻ ഭാഷയിലാണ്. എന്നു മാത്രമല്ല, മഹാഭാരതം ഒരു കൊട്ടാര പഠന പദ്ധതിയുടെ ഭാഗമായി ഉപയോഗിക്കുന്ന അക്ബറാണ്. അക്ബറുടെ കൊട്ടാരത്തിൽ മഹാഭാരതത്തിനുണ്ടായിരുന്ന ഫംഗ്ഷൻ വളരെ സവിശേഷമാണ്. അന്ന് ഉലമാക്കളും മതപണ്ഡിതന്മാരായ ഉലമാക്കളും രാജാക്കന്മാരും തമ്മിൽ, മുഗൾ അധികാരവും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ തർക്കം, രാജാധികാരമാണോ പ്രധാനം മതാധികാരമാണോ പ്രധാനം എന്നതാണ്. മതാധികാരമാണ് ഒന്നാമത്തേത്, രാജാധികാരം അതിന് കീഴ്പ്പെട്ട് നിൽക്കണം എന്ന് മധ്യകാല പേപ്പസിയെ ഓർമ്മിപ്പിക്കുന്ന മട്ടിൽ മതപണ്ഡിതന്മാർ അവകാശപ്പെട്ട സമയത്ത് അത് ഇന്ത്യയുടെ രീതിയല്ലെന്നും ഇന്ത്യയിൽ രാജാധികാരമാണ് ഒന്നാമത്തേത് എന്ന് സ്ഥാപിക്കാനും വേണ്ടി അക്ബറുടെ
കൊട്ടാരത്തിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഉപയോഗിച്ചിരുന്നത് മഹാഭാരതത്തിലെ ശാന്തിപർവ്വമാണ്. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു കൃതി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പ്രവർത്തിച്ചത് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോവാണ് നമ്മുടെ ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ലോകത്തിൻ്റെ പല കോണുകളിലേക്ക് അത് സഞ്ചരിക്കുകയും ചെയ്തത്. ഇങ്ങനെ ലോകത്തെ മിക്കവാറും എല്ലാ മതങ്ങളും ഇവിടെ ജീവിച്ചു. നമുക്കറിയാം, ക്രിസ്തു മതമുണ്ട്, ഇസ്ലാമുണ്ട്, സിഖ് മതമുണ്ട്, പാഴ്സികളുണ്ട്, സ്വരാഷ്ട്രീയൻ മതമുണ്ട്, അതുപോലെ തന്നെ ബുദ്ധ ജൈന മതങ്ങളുണ്ട്, ഇതെല്ലാം യഹൂദ മതം ഉണ്ട്. ഇവയെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി പല നിലകളിൽ കൂടിക്കലർന്നു. പക്ഷേ ഈ കൂടിക്കലർപ്പിനെ നമ്മുടെ പൊതു സാംസ്കാരിക ഭൂമിക എന്ന നിലയിൽ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കേരള സംഗീതം എന്ന പേരിൽ വളരെ പ്രചാരം നേടിയ ഒന്ന് സോപാന സംഗീതമാണ്. എന്തുകൊണ്ട് അതിന് സോപാനം എന്ന പേര് വന്നു, സോപാന സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ത് എന്നതിനെക്കുറിച്ചൊക്കെ ധാരാളം അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കേരള സംഗീതം എന്ന പേരിൽ അത് വ്യവഹരിക്കപ്പെട്ടു പോരുന്നു. കേരളത്തിലെ നിരവധിയായ സംഗീതാവിഷ്കാര രീതികളിൽ ഒന്നാണ് സോപാനം എന്ന് കരുതുന്നതിൽ തെറ്റുമില്ല. പക്ഷേ സോപാന സംഗീതത്തെ കേരള സംഗീതമെന്ന് കാണുന്ന അളവിൽ വേണ്ട. കേരളത്തിൽ ഏറ്റവും സവിശേഷമായി രൂപപ്പെട്ടു വന്ന യഹൂദരുടെ പാട്ടുകളെക്കുറിച്ച് നാം എത്ര ഓർക്കുന്നുണ്ട്? കേരളത്തിൽ യഹൂദ സ്ത്രീകൾ ഉണ്ടാക്കിയെടുത്ത പാട്ടുകൾ, അവർ പാടിപ്പോന്ന തദ്ദേശീയമായ ആലാപന സമ്പ്രദായം, ആ സമ്പ്രദായം കേരളത്തിൻ്റെ സംസ്കാരത്തിന് നൽകിയ വലിയൊരു ഗാനപാരമ്പര്യമുണ്ട്. ആ ഗാനപാരമ്പര്യം ഏതാണ്ട് കേരളത്തിൻ്റെ സമ്പൂർണമായ വിസ്മൃതിയിലാണ്. ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ സ്കറിയ സക്കറിയാണ് ആ ഗാനങ്ങളെല്ലാം പിന്നീട് കണ്ടെടുക്കുകയും ഹീബ്രു സർവകലാശാല വഴി കാർകുഴലി എന്ന പേരിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. ഇങ്ങനെ ഞാൻ പറയുന്ന എത്രയോ പാരമ്പര്യങ്ങൾ, ഇപ്പോൾ കേസരി തന്നെ കേരളത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ ചിത്രകലാ പാരമ്പര്യത്തെ സംരക്ഷിക്കാനായി തിരുവിതാംകൂർ ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങൾ അമ്പലചിത്രങ്ങളിൽ മാത്രം അവസാനിക്കരുത്. അമ്പലചിത്രങ്ങളെക്കാൾ സമൃദ്ധവും വൈവിധ്യപൂർണവുമായ ഒരു പാരമ്പര്യം കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ചിത്രകലയ്ക്കുണ്ട്. അങ്കമാലിയിലെയും കാഞ്ഞൂരെയും അതുപോലെ കോട്ടയം പരിസരത്തെയും പള്ളികളിലൊക്കെ എത്രയോ കാലം മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വികസിച്ചു വരുന്ന തദ്ദേശീയമായ ഒരു കലാപാരമ്പര്യമുണ്ട്. ആ കലാപാരമ്പര്യം പക്ഷേ ഇന്നും നമ്മുടെ ചുമർചിത്രകല എന്ന് സങ്കല്പിച്ചാൽ അത് അമ്പലചിത്രങ്ങൾ എന്നല്ലാതെ പള്ളിച്ചിത്രങ്ങളായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ആധുനിക ചിത്രകല കേരളത്തിലേക്ക് വരുന്നത്, ഇന്ത്യയിലേക്ക് തന്നെ വരുന്നത് രാജാ രവിവർമ്മ വഴി മാത്രമല്ലെന്നും രവിവർമ്മയ്ക്കും 2-3 നൂറ്റാണ്ടുകൾ മുമ്പ് അൾത്താരകളിൽ വരച്ചു വയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ പാശ്ചാത്യമായ രചനാ സമ്പ്രദായങ്ങളും പാശ്ചാത്യമായ കലാരീതിയും ഇന്ത്യയിൽ പ്രചരിക്കുന്നുണ്ട്, കേരളത്തിൽ വളരുന്നുണ്ട് എന്ന കാര്യം കേസരി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവയെ കൂടി പരിഗണിക്കുന്ന പരിരക്ഷണ ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ യാഥാസ്ഥിതികമായ ഒരു മതവീക്ഷണം വാസ്തവത്തിൽ കലയിൽ വച്ചു പുലർത്തരുത്. നിർഭാഗ്യവശാൽ തിരുവിതാംകൂർ ഗവൺമെൻറ് അതാണ് ചെയ്യുന്നത് എന്ന് 1930കളിൽ അദ്ദേഹം എഴുതി. ഇപ്പം നമ്മൾ ഏതാണ്ട് 100 കൊല്ലം ഇപ്പുറത്താണ്. വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ചുമർചിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിച്ചിത്രം ഒന്നും ഓർക്കാൻ പോലും കഴിയില്ല. ഇപ്പോഴും ചുമർചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലചിത്രങ്ങൾ, കൃഷ്ണപുരം കൊട്ടാരം അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രചിത്രങ്ങൾ എന്നല്ലാതെ ഈ പാരമ്പര്യത്തിലേക്ക് നമ്മുടെ കണ്ണ് ഇപ്പോഴും തുറന്നിട്ടില്ല. ഇതാണ് ഈ അമർത്യാസൻ പറഞ്ഞ ഒരു കാര്യം. വൈദികേതരമായ ബ്രാഹ്മണേതരമായ പാരമ്പര്യങ്ങൾ ഇന്ത്യൻ ജീവിതത്തിൽ ആഴത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആധുനിക ഇന്ത്യ നിലവിൽ വന്ന സമയത്ത് ഈ ബ്രാഹ്മണേതരമായ പാരമ്പര്യങ്ങളെ നമ്മുടെ ദേശീയ സംസ്കൃതിയുടെ ഭാഗമാക്കി മാറ്റുന്നതിൽ വലിയ ചില പ്രശ്നങ്ങൾ രൂപപ്പെടുകയുണ്ടായി. അത് ഇന്ത്യയുടെ ബഹുസ്വര പാരമ്പര്യത്തെ തമസ്കരിക്കുന്നതിന് വലിയ കാരണമാവുകയും ചെയ്തു. വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ വേര് കിടക്കുന്നത് നാം ഇന്ന് കരുതുന്നത് പോലെ ഹിന്ദുത്വത്തിൻ്റെ അക്രമോത്സുകമായ രാഷ്ട്രീയ ആവിഷ്കാരങ്ങളിലോ അതിൻ്റെ സംഘടനാ രൂപങ്ങളിലോ അല്ല. അതിൻ്റെ വേര് വാസ്തവത്തിൽ ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചും അതിൻ്റെ സാംസ്കാരിക അടിസ്ഥാനത്തെക്കുറിച്ചുമുള്ള ചില പ്രതീക്ഷകളിലോ ചില വീക്ഷണങ്ങളിലോ ആണ്. ആ വീക്ഷണങ്ങളെ തിരുത്താൻ നിർഭാഗ്യവശാൽ നമുക്കൊട്ടും കഴിഞ്ഞുമില്ല. അത് ദേശീയ പ്രസ്ഥാന കാലം മുതൽ തന്നെ ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് ചലഞ്ച് ചെയ്യപ്പെട്ടില്ല. അത് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയ ഒരാൾ ഗാന്ധിയാണ്. നിർഭാഗ്യവശാൽ അത് നമ്മൾ ഓർക്കുന്നില്ല. ഗാന്ധി ഇന്ത്യയുടെ ദേശീയ ഭാഷയായിട്ട് ഹിന്ദുസ്ഥാനി വരണം എന്ന് വാദിക്കുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്.
ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് തദ്ദേശീയ ഹിന്ദിയും ഉറുദുവും കൂടി കലർന്നുണ്ടാകുന്ന ഒരു മിശ്രഭാഷയാണ്. ഈ മിശ്രഭാഷയാകണം ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്ന് അദ്ദേഹം പറയുകയും വളരെ സംസ്കൃതബദ്ധമായ ഇന്നത്തെ ഹിന്ദി അല്ല ദേശീയ ഭാഷയാകേണ്ടത് എന്ന നിലപാട് ഗാന്ധി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യൻ ഭൂതകാലത്തെ ഈ ഹിന്ദുത്വത്തിൻ്റെ ഹൈന്ദവം മാത്രമായ അഭിരുചിയുടെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വിഫലമായ ശ്രമമാണ്. ഇപ്പോൾ ഗോഡ്സെ ഷിംല കോടതിയിൽ കൊടുക്കുന്ന പ്രസ്താവനയിൽ ഗാന്ധിയെ കൊന്നതിന് കാരണങ്ങളിലൊന്നായി അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം ഗാന്ധി അദ്ദേഹം അവിടെ ഹിന്ദുസ്ഥാനിയെ വിശേഷിപ്പിക്കുന്നത് ദാറ്റ് ബാസ്റ്റാർഡ് ലാംഗ്വേജ് എന്നാണ്, തന്തയില്ലാത്ത ഭാഷ എന്നാണ്. ആ തന്തയില്ലാത്ത ഭാഷയെ ദേശീയ ഭാഷയാക്കാനുള്ള ഗാന്ധിയുടെ ശ്രമങ്ങളെ ഈ ഗോഡ്സെ കടന്നാക്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മതപാരമ്പര്യം കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത മട്ടിൽ വൈവിധ്യപൂർണമായ ഒന്നായിരുന്നു ഇന്ത്യയുടെ ഭൂതകാല ജീവിതം. അത് പല കാലങ്ങളിൽ പലയിടങ്ങളിൽ നിന്നായി ഇവിടേക്ക് വന്നു ചേർന്ന നാനാ ജനവിഭാഗങ്ങൾ കൂടിക്കലർന്നുണ്ടായതാണ്. ഇപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ സ്റ്റെപ്പി മേഖലകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ കൃഷി അറിയുമായിരുന്ന ഒരു കാർഷിക ജനതയുടെ ഉൽപ്പന്നമാണ് എന്നിപ്പോൾ പൊതുവെ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അവർ രൂപപ്പെടുത്തിയ ജീവിതക്രമങ്ങൾക്ക് മുകളിലേക്കാണ് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് ശേഷം കാസ്പിയൻ കടലിൻ്റെ തീരത്തു നിന്നോ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നോ മറ്റോ ആര്യന്മാർ വരുന്നത്. ആര്യന്മാരൊരു വംശമല്ല, ഒരു ഭാഷാ സമൂഹമാണ്. അവർ യൂറോപ്പിലേക്ക് പരക്കുന്നുണ്ട്, ഇറാനിലേക്ക് പരക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇന്ത്യയിലേക്കും എത്തിച്ചേർന്നിടങ്ങളിലെല്ലാം തങ്ങളുടെ കയ്യിലുള്ള സാങ്കേതിക വിദ്യയുടെയും കാർഷിക രീതിയുടെയും ഇരുമ്പിൻ്റെ കൈകാര്യത്തിൻ്റെയും മികവ് കൊണ്ട് അവർ കൂടുതൽ വിജയം നേടുകയും അവിടങ്ങളിലൊക്കെ ആധിപത്യ ജനതയായി മാറുകയും ചെയ്തു. അവർ പരാജയപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ച് ആര്യന്മാരെക്കുറിച്ചുള്ള തൻ്റെ വലിയ പഠനത്തിൽ R.S. ശർമ്മ എടുത്തു പറയുന്നുണ്ട്. വലിയ ഇന്ത്യാ ചരിത്രകാരനായ R.S. ശർമ്മ അദ്ദേഹം പറയുന്നത്, ഫിൻലൻഡിൽ മാത്രം കുടിയേറി വന്ന ആര്യന്മാർക്ക് വലിയ മേൽക്കോയ്മ കിട്ടിയില്ല. അതുകൊണ്ട് ഫിന്നിഷ് ഭാഷയിൽ ആര്യ ശബ്ദം അത് അടിമ എന്ന അർത്ഥസൂചനയാണ് ഉള്ളത്. ബാക്കി ലോകത്തെ ഏത് ഭാഷയിലും ആര്യൻ എന്നത് ഒരു സുപ്പീരിയോറിറ്റിയെ കുറിക്കുന്ന പദമാണ്. ഫിന്നിഷ് ഭാഷയിൽ മാത്രം അത് അധമത്വത്തെ കുറിക്കുന്ന അടിമ എന്ന അർത്ഥത്തിലേക്ക് വരുന്നൊരു കാര്യമാണ് എന്ന് R.S. ശർമ്മ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഈ ആര്യന്മാർ കൊണ്ടുവന്ന നാനാതരം സമ്പ്രദായങ്ങൾ, അവരുടെ യജ്ഞയാഗ പാരമ്പര്യങ്ങൾ, അവരുടെ പഞ്ചാംഗ പദ്ധതി, അവരുടെ കാർഷിക രീതി, അതിലൂടെ വികസിച്ചു വരുന്ന ഒരു ജീവിത സങ്കല്പങ്ങൾ, ഇതൊക്കെയാണ് പിന്നീട് വൈദികം എന്ന് വിളിക്കുന്ന ബ്രാഹ്മണിക ജീവിത വ്യവസ്ഥയുടെ മൂല്യങ്ങളുടെ അടിസ്ഥാനമായതും. ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പിന്നീട് ബുദ്ധമതം വന്നു. BC 6-ാം ശതകത്തോടെ ബുദ്ധനുണ്ടാവുന്നു. ബുദ്ധമതം ഇന്ത്യയിലെമ്പാടും പടർന്നു പിടിക്കുന്നു. അശോകൻ്റെ കാലത്ത് ബുദ്ധമതം ഇന്ത്യയിൽ ആകമാനം ബ്രാഹ്മണ മതത്തെ ഏതാണ്ട് സമ്പൂർണമായി പിന്തള്ളിക്കൊണ്ട് ഒരു ദേശവ്യാപകമായൊരു മതത്തിൻ്റെ പദവിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതിൻ്റെ തകർച്ച അംബേദ്കറൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പുഷ്യമിത്ര ശുങ്കനോടെ ഏതാണ്ട് BC അവസാന നൂറ്റാണ്ടുകളിൽ ബുദ്ധമതം ക്ഷീണിക്കാൻ തുടങ്ങുകയും ഗുപ്തകാലമാകുമ്പോഴേക്കും ബുദ്ധമതത്തിൻ്റെ സ്ഥാനത്തേക്ക് നവീകരിക്കപ്പെട്ട ബ്രാഹ്മണ മതം ഹിന്ദുമതത്തിൻ്റെ ചില പരിവേഷങ്ങൾ ആർജിച്ചുകൊണ്ട് വരികയും ചെയ്തു. അപ്പോഴും പക്ഷേ ഈ കൂടിക്കലറിലുണ്ട്. ഇപ്പോൾ വിക്രമാദിത്യൻ്റെ സദസ്സിലെ നവരത്നങ്ങളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന ആളാണ് വരാഹമിഹിരൻ. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നത് വരാഹമിഹിരനാണ്. വരാഹമിഹിരൻ രചിച്ചതെന്ന് കരുതപ്പെടുന്ന ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഹോരാശാസ്ത്രം. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് ഗണിതഭാഗത്തിൻ്റെ മുകളിൽ ഫലഭാഗം ഉയർത്തിക്കൊണ്ടുവന്നത്, ഫലഭാഗം എന്ന് പറയുന്നത് പ്രവചനാത്മകമായി ഭാവിയെ പ്രവചിക്കുന്ന ജ്യോതിശാസ്ത്രത്തെ ജ്യോതിഷമാക്കി മാറ്റുന്ന ഭാഗമാണ് ഈ ഫലഭാഗം. ഈ ഇന്ത്യയിലെ ജ്യോതിശാസ്ത്രത്തിൽ, പ്രാചീന ജ്യോതിശാസ്ത്രത്തിൽ വാസ്തവത്തിൽ ഗണിതഭാഗമല്ലാതെ, ഗണിതഭാഗം എന്ന് പറഞ്ഞാൽ ഗോളങ്ങളുടെ ചലനങ്ങളൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കി സൂര്യോദയം എപ്പോഴാണ്, ചന്ദ്രോദയം എപ്പോഴാണ്, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്, നക്ഷത്രങ്ങളുടെ സ്ഥാനക്രമങ്ങൾ എന്താണ്, ഇതെല്ലാം വിശദീകരിക്കുന്ന വളരെ വിപുലമായൊരു വിജ്ഞാന വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളിലൊന്ന് കേരളത്തിലാണ് ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ആര്യഭടൻ്റെ ആര്യഭടീയം.
ആര്യഭടീയം AD 499 ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടിലാണ്. ആര്യഭടീയത്തിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണ്, മറിച്ചല്ല എന്ന സൂചനയുണ്ട്. അത് കോപ്പർനിക്കസൊക്കെ പിന്നീട് തെളിയിച്ചെടുത്തതുപോലെ ഗോളചലനത്തിൻ്റെ സഞ്ചാരപഥമൊക്കെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടൊന്നുമല്ല. പക്ഷേ ഈ അടിസ്ഥാന ആശയം 5-ാം നൂറ്റാണ്ടിൽ വരുന്നുണ്ട്. ആര്യഭടീയത്തിൽ പറയുന്നത്, ഗോളപാദത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നത്, നിങ്ങളൊരു തോണിയിൽ കയറി പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ നദീതീരത്തെ സസ്യലതാദികൾ അനങ്ങാതിരിക്കുന്നതായും നിങ്ങൾ അനങ്ങുന്നതായും എങ്ങനെയാണോ അനുഭവപ്പെടുന്നത് അതുപോലെയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നതായും ഭൂമി നിശ്ചലമായി നിൽക്കുന്നതായും നിങ്ങൾക്ക് തോന്നുക എന്ന് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ട് ഒടുവിലാണ്. ഈ ആര്യഭടീയത്തിൽ നിങ്ങൾക്ക് പ്രവചന ഭാഗമൊന്നും കാണാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ മുഴുവൻ നോക്കൂ, ഒരു രാജാവിൻ്റെയും സ്ഥാനാരോഹണത്തിന് മുഹൂർത്തമില്ല. സ്ഥാനം ഏൽക്കുന്നു. അതാ പിന്നീട് നാരായണഗുരു പറഞ്ഞത്, ശിവഗിരി തീർത്ഥാടനത്തിനൊരു മുഹൂർത്തം വേണമല്ലോ സ്വാമി എന്ന് വല്ലഭശ്ശേരി വൈദ്യര് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ജനുവരി 1-ാം തീയതി ആയിക്കോട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പല്ലേ, പ്രശ്നം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ മുഹൂർത്തത്തിൽ. അങ്ങനെയാണ് ഗുരു ഇതിനെ ലംഘിക്കുന്ന രീതി അങ്ങനെയാണ്. ജനുവരി 1-ാം തീയതി ആയിക്കോട്ടെ. നമ്മളുണ്ടാക്കിയെടുത്ത ഈ ഗണിത പാരമ്പര്യത്തിലേക്ക് എങ്ങനെയാണ് ഫലപ്രവചനത്തിൻ്റെയും മുഹൂർത്ത നിശ്ചയത്തിൻ്റെയും ഭാവി കണ്ടെത്തലിൻ്റെയും പാരമ്പര്യം ഈ ജ്യോതിശാസ്ത്രത്തെ വിഴുങ്ങിയതെങ്ങനെയാണ്? അത് ഗ്രീക്ക് ജ്യോതിഷികൾ വഴിയാണ്. അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലേക്കും പിന്നീട് ഗംഗാതടങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേർന്ന ഗ്രീക്ക് ജ്യോതിഷത്തിൻ്റെ പാരമ്പര്യത്തിലാണ് ഗണിതഭാഗത്തിന് മുകളിൽ ഫലഭാഗം ഉയർന്നു വന്നത്. ഈ ഫലഭാഗമാണ് മുഹൂർത്തമായിട്ടും ഭാവി പ്രവചനമായിട്ടും ഒക്കെ മാറിത്തീരുകയും പിന്നീട് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തെ വിഴുങ്ങിയിട്ട് അത് ജ്യോതിഷമായിട്ട് മാറിത്തീരുകയും ചെയ്തു. ഇന്നിപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഈ പരിപാടിയുണ്ട്. ഇത് വാസ്തവത്തിലൊരു ഗ്രീക്ക് ഒറിജിനാണ്. ഞാൻ പറയുന്നത് മുഹൂർത്തം നോക്കുന്ന ആളുകൾ ഓർക്കുണ്ടാവില്ല ഇതിങ്ങനെയാണ് പുറപ്പെട്ടതെന്ന്. വാസ്തവത്തിൽ ഇതുമാത്രമല്ല കേട്ടോ, ലോകത്ത് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയാവുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്നെങ്കിലും വന്നതാണ് എന്നാണ്. ഇവിടെയായിട്ടൊന്നുമില്ല, എവിടെയെങ്കിലും വന്നാണ്. ഇപ്പം നിങ്ങളെല്ലാം കയ്യിൽ വാച്ചുണ്ട്. വാച്ചിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 സെക്കൻഡ് ഒരു മിനിറ്റ്, 60 മിനിറ്റ് ഒരു മണിക്കൂർ എന്നിങ്ങനെ സമയ വിഭജനം കാണാം. ഇപ്പം 5 മണി 28 മിനിറ്റായി, അല്ലെങ്കിൽ 5 മണി 40 മിനിറ്റായി എന്ന് നമ്മൾ 60 കൊണ്ട് തിരിച്ചെടുത്തിട്ടാണ് കാലത്തെ മനസ്സിലാക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കാനിടയില്ല എവിടെ നിന്നായിരിക്കും ഈ 60 വന്നത്? നമ്മുടെ സംഖ്യാസമ്പ്രദായത്തിലൊരു ബേസിക് യൂണിറ്റായിട്ട് 60 ഇല്ല. 10, 100 എന്ന് പെരുകി പോകുന്ന അതിൻ്റെ ഗുണിതങ്ങളാണ് നമ്മുടെ സംഖ്യാസമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം. 60 പുറപ്പെട്ടത് പ്രാചീന സുമേറിയ എന്നാണ്. പ്രാചീന സുമേറിയക്കാർ, ഇന്നത്തെ ഇറാഖ് ഉണ്ടല്ലോ, യൂഫട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഇടയിലുള്ള ഫലഭൂയിഷ്ടമായ പ്രദേശം, ആ പ്രാചീന ഇറാഖിൽ 3 വലിയ നാഗരികതകൾ, സുമേറിയൻ, ബാബിലോണിയ, മെസപ്പൊട്ടോമിയ, ഈ 3 പ്രാചീന നാഗരികതകൾ നിലനിന്നിരുന്നു. ആ സുമേറിയൻ നാഗരികതയിൽ നിലനിന്നിരുന്ന സംഖ്യാസമ്പ്രദായത്തിലെ ബേസിക് യൂണിറ്റാണ് 60. അവരാണ് 60നെ ഒരു അടിസ്ഥാന സംഖ്യയാക്കി മാറ്റുകയും ആ സംഖ്യാസമ്പ്രദായത്തിൽ നിന്നാണ് 60നെ മുൻനിർത്തുന്ന ഈ കാലഗണനാ സമ്പ്രദായം നമ്മളൊക്കെ ഇപ്പോഴും പിൻപറ്റുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സമയം നോക്കി 6 മണി 10 മിനിറ്റായി എന്ന് പറയുന്ന സമയത്ത് ഒരു സുമേറിയൻ പാരമ്പര്യം കൂടി അതിനകത്തുണ്ട് എന്ന് ഓർക്കണമെന്ന് ഞാൻ വാശിയൊന്നും പിടിക്കണില്ല, പക്ഷെ ഉണ്ട്. അല്ലാതെ ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു ഏർപ്പാടാണെന്നും കരുതരുത്. ഇതാ കേസരി പറയണത്. നിങ്ങൾ സാർവദേശീയമായിരിക്കുന്നത് യൂറോപ്പിൽ പോകുമ്പോഴല്ല, അല്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകുമ്പോഴല്ല, നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോഴാണ്. നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ സാർവദേശീയരാണ്. കാരണം മനുഷ്യർ പങ്കുവയ്ക്കുന്നു. ആഫ്രിക്കയിൽ നിന്ന് കുടിയേറുന്നു, ഔട്ട് ഓഫ് ആഫ്രിക്ക തീസീസ്, അത് പിന്നെ യൂറോപ്പിലേക്ക് പരക്കുന്നു, ഏഷ്യയിലേക്ക് പരക്കുന്നു, പലയിടങ്ങളിലേക്ക് പകരക്കുന്നു, വ്യത്യസ്ത നരവംശപ്രകൃതങ്ങളായി മാറുന്നു. അവയൊക്കെ തമ്മിൽ കൂടിക്കലരുന്നു. ഈ കൂടിക്കലരലിൻ്റെ ഇങ്ങേ തലയ്ക്കൽ നിന്നിട്ട് നാം തനിമയെക്കുറിച്ച് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വാസ്തവത്തിൽ മനുഷ്യവംശത്തെ സംബന്ധിച്ച് ബഹുസ്വരത എന്ന് പറയുന്നത് പുറമേ നിന്ന് നാം മനുഷ്യജീവിതത്തിലേക്ക് കുത്തിക്കടത്തേണ്ട ഒരാശയമേ അല്ല. മനുഷ്യപ്രകൃതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ബഹുത്വമാണ്. ആ ബഹുത്വത്തിൻ്റെ പലതരത്തിലുള്ള കലർപ്പുകൾ കൊണ്ട് മാത്രമേ വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ ഭൂതകാലത്തെയോ നമ്മളെയോ ശരിയാവണ്ണം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പങ്കുവച്ചിട്ടല്ലാതെ ഒരു പാരമ്പര്യവും നിലനിന്നിട്ടില്ല. പങ്കുവയ്പ്പ് ഒന്നുമില്ലാതെ നിലനിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ആൻഡമാനിലൊക്കെ കഴിയുന്ന ചില ആദിവാസി വിഭാഗങ്ങളുണ്ടല്ലോ, അവർ മാത്രമേ ഉള്ളൂ.
ബാക്കിയൊക്കെ പങ്കുവെച്ചുണ്ടായതാണ്. അത് നമ്മുടെ സമയബോധമാകാം, നമ്മുടെ നിർമ്മാണ വിദ്യ ആകാം, നമ്മുടെ കലകളാകാം. നോക്കൂ, ഇന്ത്യയിൽ ഇപ്പോൾ മധ്യകാല ഇന്ത്യയെ മുഴുവൻ അധിനിവേശത്തിൻ്റെ കാലം എന്നാണ് ഹിന്ദുത്വവാദികൾ പറയുന്നത്. ഇപ്പം ഇന്നാൾ സുപ്രീം കോടതിയിലെ മറ്റേ പ്രശ്നം വന്നല്ലോ, ഈ ഇന്ത്യയിൽ ആരാധനാലയ സംരക്ഷണ നിയമമുണ്ടല്ലോ, 1991 ജനുവരി 1 മുതൽ 47 ഓഗസ്റ്റ് 15 എങ്ങനെയാണോ ഇന്ത്യൻ ദേവാലയങ്ങൾ നിലനിന്നിരുന്നത് അതിൻ്റെ തൽസ്ഥിതിയിൽ ഒരു മാറ്റവും വരുത്തിക്കൂടാന്ന് 91 ഇന്ത്യൻ പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം അവിടെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഗ്യാൻവാബി കുഴിച്ചു നോക്കാനായിട്ട് കോടതി ഉത്തരവിട്ടതും ഹൈക്കോടതി അംഗീകരിച്ചതും സുപ്രീം കോടതി ശരിവെച്ച് കൊടുത്തതും. ആ ശരിവെച്ച് കൊടുക്കുന്നതിനാണ് സുപ്രീം എന്ന് പറയുന്നത്. നോക്കൂ, പാർലമെൻ്റ് ഉണ്ടാക്കിയ നിയമം അപ്പുറം നിൽക്കുക. അന്ന് ബാബറി പ്രശ്നം വളരെ സജീവമായിട്ട് വരുന്ന കാലമാണ്. അതുകൊണ്ട് ബാബറി പള്ളി ഒഴികെ ഇന്ത്യയിലെ മുഴുവൻ ആരാധനാലയങ്ങളും 47 ഓഗസ്റ്റ് 15 എങ്ങനെയാണോ അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല. ഇപ്പം എന്താ നടക്കുന്നത്? എല്ലാ പഞ്ചായത്തിലും പള്ളിയുടെ അടിയിൽ കുഴിച്ചു നോക്കുക, വിഗ്രഹം കിട്ടുമോ എന്ന് കുഴിച്ചു നോക്കുക. ഗ്യാൻവാബി കുഴിക്കുന്നു, മധുര കുഴിക്കുന്നു, ഈദ്ഗാഹ് പള്ളി കുഴിക്കുന്നു, എല്ലാം കുഴിക്കുകയാണ്. നിയമം അപ്പുറത്തുണ്ട്. ഈ 47 ഓഗസ്റ്റ് 15 ആരാധനാലയ സംരക്ഷണ നിയമമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും വാസ്തവത്തിലുള്ള ആ സംരക്ഷണ സമ്പ്രദായം ഉണ്ടാക്കുന്ന സമയത്തും ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ വിപുലമായൊരു പാരമ്പര്യം എടുത്താൽ ഏതെല്ലാം തരത്തിലുള്ള ആരാധനാ രീതികൾ കൂടിക്കലർന്നിട്ടാണ് മാറിയാണ് അത് നിലവിൽ വന്നതെന്ന് കാണാൻ ഒരു പ്രയാസമില്ല. എത്രയോ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഓരോ കാലത്ത് രൂപപ്പെടുന്നു. അതെല്ലാം തമ്മിൽ കൊണ്ടും കൊടുത്തും മുന്നേറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയ്യപ്പനിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ധർമ്മശാസ്താവിനിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധനെ കാണാൻ പറ്റും. ബുദ്ധൻ മാത്രമാണെന്ന് പറയല്ല, പക്ഷെ ശരണം വിളിച്ചത് ബുദ്ധനാണ്. ശരണത്രയം എന്ന ആശയം വന്നത് ബുദ്ധനിൽ നിന്നാണ്. അങ്ങനെ ഓരോ മതങ്ങളുടെ പാരമ്പര്യങ്ങളും തമ്മിൽ കലർന്നിട്ട് വിപുലമായ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ സുദീർഘ ചരിത്രത്തിൻ്റെ ഇങ്ങേ തലക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ 47 ഓഗസ്റ്റ് 15 എന്നുള്ള ഡേറ്റ് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസിൽ അവർ വാദിക്കുന്നത് എന്താണെന്നറിയോ? ഹിന്ദുത്വ വിഭാഗത്തിൻ്റെ ഒരു നേതാവാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അയാൾ വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 12-ാം നൂറ്റാണ്ടാകണം എന്നാണ്. കാരണം 12-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കപ്പെട്ട കാലമാണ്. ഡൽഹി സുൽത്താനേറ്റിന് ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം അധിനിവേശത്തിൻ്റെ ചരിത്രമാണ് എന്നാണ് ഇവരുടെ വാദം. ഈ മധ്യകാലം 12 മുതൽ 19 വരെയുള്ള 18 വരെയുള്ള നൂറ്റാണ്ടുകൾ എടുക്കൂ. ബ്രിട്ടീഷ് അധിനിവേശം വരെ പ്ലാസി 1757 ഈ 12 മുതൽ 18 വരെയുള്ള ഈ നൂറ്റാണ്ടുകൾക്കിടയിലാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യമെന്ന് നാം കരുതുന്നതിൻ്റെ മഹാഭൂരിപക്ഷം ഉണ്ടായത്. ഇവർ ഇരുണ്ട നൂറ്റാണ്ടുകൾ, അധിനിവേശത്തിൻ്റെ കാലം, കൂട്ടക്കൊലയുടെയും കൊള്ളയുടെയും കാലം എന്ന് പറയുന്ന ഈ കാലത്താണ് ഇന്ത്യൻ ഭാഷകൾ മിക്കതുണ്ടായത്. മലയാളം ഉണ്ടായത്, മറാത്ത ഉണ്ടായത്, ബംഗാളി ഉണ്ടായത്. നമ്മുടെ ദേശീയ കലകൾ, നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതം, നമ്മുടെ കർണാടക സംഗീതം, നമ്മുടെ കഥക്ക്, ഭരതനാട്യം, കഥകളി, മോഹിനിയാട്ടം, ഇതെല്ലാം ഉണ്ടായത്. നമ്മുടെ ചുമർചിത്ര പാരമ്പര്യം, മുഗൾ വാസ്തുശില്പം, മുഗൾ മിനിയേച്ചർ, ഇതെല്ലാം ഉണ്ടായത് ഈ നൂറ്റാണ്ടുകളിലാണ്. ഈ നൂറ്റാണ്ടുകളെ മൊത്തം ഹിന്ദുത്വത്തിൻ്റെ യുക്തിയിൽ അധിനിവേശത്തിൻ്റെ കാലമാണ്, ഇരുണ്ട കാലമാണ്. തങ്ങളുടെ ഏതോ ഭൂതകാലത്തെ, സുവർണ ഭൂതകാലത്തെ സങ്കല്പിച്ചുണ്ടാക്കി ഈ മധ്യകാലത്തെ മുഴുവൻ പുറത്താക്കണം എന്നാണ് ഹിന്ദുത്വവാദികൾ പറയുന്നത്. വാസ്തവത്തിൽ അജന്തയിൽ, എല്ലോറയിൽ കാണുന്ന ശില്പനിർമ്മാണ രീതി ഒരു വലിയ പാറപ്പൊത്തിൽ നിന്ന് താഴേക്ക് വെട്ടിക്കുഴിച്ചു കൊണ്ടുവന്ന് ഭീമാകാരമായൊരു ശിവക്ഷേത്രം എങ്ങനെയാണോ എല്ലോറയിൽ പ്രാചീനരായ ശില്പികൾ ഉണ്ടാക്കിയെടുത്തത്, അതേ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ മറ്റൊരാവിഷ്കാരമാണ് ഫത്തേപൂർ സിക്രിയോ അല്ലെങ്കിൽ കുത്തബ് മിനാറോ. അല്ലാതെ ആദ്യത്തേത് ഇന്ത്യനും രണ്ടാമത്തേത് അധിനിവേശമല്ല. ഇത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഹിന്ദുസ്ഥാനി പാരമ്പര്യം എന്ന് പറയുന്നതിൽ പേർഷ്യൻ സംഗീതമുണ്ട്, ഇന്ത്യയുടെ നാടോടി സംഗീതമുണ്ട്. കഥക്കുണ്ടായത് ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യവും നാടോടി പാരമ്പര്യവും പേർഷ്യൻ പാരമ്പര്യവും കൂടിക്കലർന്നാണ്. ഇന്ന് കഥക്കിനെ ഹിന്ദുവൽക്കരിക്കാനുള്ള വലിയ ശ്രമം നടക്കുകയാണ്. എല്ലാം ഹിന്ദുത്വത്തിൽ നിന്ന് രൂപപ്പെട്ടു എന്ന് വാദിച്ചുറപ്പിക്കാനുള്ള പല ശ്രമങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അമർത്യാസൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യ സങ്കല്പത്തിൽ
ഇങ്ങനെ നമ്മുടെ സംസ്കാര നിർമ്മിതിയിൽ, ഭൂതകാല നിർമ്മിതിയിൽ വൈദികേതരമായ മതങ്ങൾ, ബ്രാഹ്മണേതര മതങ്ങൾ ഏതേതെല്ലാം തരത്തിലുള്ള പങ്കുവഹിച്ചു എന്നത് ശരിയാവണ്ണം ഉൾക്കൊള്ളാനോ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു ബോധന രീതി വികസിപ്പിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് സാമാന്യബോധത്തിൽ, ഞാൻ അതുകൊണ്ട് എളുപ്പം പറയുന്നത്, പ്രാചീന ഇന്ത്യ ഔപനിഷദികമാണ്, ഇന്ത്യ ഉപനിഷത്തുകളുടെ നാടാണ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യ ബുദ്ധൻ്റെ നാടാണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ബുദ്ധൻ നമുക്കൊരു മാർജിനൽ സ്പേസിലാണ്, പക്ഷേ ഉപനിഷത്ത് നമ്മുടെ കേന്ദ്ര സ്ഥലത്തുണ്ട്. എന്നാൽ ജീവിതത്തിൽ നോക്കൂ, പള്ളിക്കൂടം എന്ന വാക്കു മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ സ്ഥലങ്ങളിൽ ബുദ്ധമതത്തിൻ്റെ തുടർച്ചയുണ്ട്. ഉപനിഷത്ത് എവിടെയും കാണൂല. പക്ഷേ ഉപനിഷത്ത് പാരമ്പര്യത്തിൻ്റെ വേഷത്തിൽ ശക്തമായിട്ടുണ്ട്. ഉപനിഷത്ത് ഇന്ത്യൻ ജീവിതത്തിൽ പ്രവർത്തിച്ചതിൻ്റെ 1000 മടങ്ങ് ശക്തിയിൽ ബുദ്ധമതം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബൗദ്ധ പാരമ്പര്യത്തെ നിരാകരിച്ച് മതപരമായ ബ്രാഹ്മണികമായ ഒരു ഭൂതകാലത്തെ കേന്ദ്രത്തിൽ നിർത്തി എന്നത് ഇന്ത്യയുടെ ഭൂതകാല നിർമ്മിതിയുടെ അടിസ്ഥാനപരമായൊരു തകരാറായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പല രൂപത്തിൽ കേട്ടോ. ഇപ്പോൾ ഞാൻ പറയാലോ, കഥകളി നിങ്ങൾ നോക്കിയാൽ കഥകളിയിലെ മിനുക്കുണ്ടല്ലോ, സ്ത്രീവേഷം മുസ്ലിങ്ങളുടെ ഈ സ്ത്രീവേഷത്തിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. കഥകളിയിലെ ഹനുമാനെക്കുറിച്ച് പറയുക, ഹനുമാൻ്റെ തൊപ്പി ഫ്രഞ്ച് തൊപ്പിയാണെന്നാണ്. ഹനുമാൻ്റെ തൊപ്പി ഇനി കാണുമ്പോൾ ഒന്ന് ഓർത്താൽ മതി, ഫ്രഞ്ച് തൊപ്പിയാണ്. ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ കേസരി, അതുപോലെ NV കൃഷ്ണമാര്യർ പണ്ട് പറയുന്ന രസമുള്ള അദ്ദേഹത്തിൻ്റെ ഓണത്തെക്കുറിച്ചൊരു മനോഹരമായ ലേഖനമുണ്ട്. അതിൽ NV പറയുന്നത്, ഈ മഹാബലി എന്ന് പറയുന്നത് കേരളീയനല്ല, ഭാരതീയൻ പോലുമല്ല, ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നല്ല. അദ്ദേഹം പറയുന്നത് ബലി എന്ന സ്ഥാനപ്പേരുള്ള 14 ചക്രവർത്തിമാരുടെ ഒരു പരമ്പര നിനേവ എന്ന് പറയുന്ന പട്ടണം കേന്ദ്രമാക്കി പ്രാചീന അസീറിയ ഭരിച്ചിട്ടുണ്ട്. പ്രാചീന അസീറിയയിൽ അസുർബാനിപാൽ എന്നു പേരായ ഒരു ചക്രവർത്തി അദ്ദേഹം ജന്മം നൽകിയ, അദ്ദേഹമാണ് ലോകത്തെ ആദ്യത്തെ വലിയ ക്യൂണിഫോം ഗ്രന്ഥാലയം ഉണ്ടാക്കിയത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അദ്ദേഹം ശേഖരിച്ചിരുന്ന ഈ ക്യൂണിഫോം ഗ്രന്ഥങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭീമാകാരമായൊരു ഗ്രന്ഥം, അക്കാലത്ത് ലഭ്യമായ എല്ലാ വിവരങ്ങളും ആദ്യം സമാഹരിച്ചൊരു ലൈബ്രറിയാണ് അസുർബാനിപാലിൻ്റേത്. ആ അസുർബാനിപാലിൻ്റെ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് ബലെ എന്നോ ബലി എന്നോ ഉച്ചരിക്കാവുന്ന സ്ഥാനപ്പേരുള്ള 14 ചക്രവർത്തിമാരുടെ ഒരു പരമ്പരയെക്കുറിച്ചുള്ള സൂചനയുണ്ട്. NVയുടെ വാദം എന്താണെന്ന് വെച്ചാൽ, ആ ബലി സങ്കല്പത്തിൻ്റെ ഏതോ നിലയ്ക്കുള്ളൊരു തുടർച്ചയാണ് നമ്മുടെ മഹാബലി എന്നാണ്. അത് കണ്ടസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ വാദം ഉയർത്തുന്ന മറ്റൊരാൾ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. ഇതൊരു മധ്യേഷ്യൻ ദൈവമാണ്, അതല്ലാതെ ഇത് തദ്ദേശീയ ദൈവമല്ല എന്ന് കേസരിയും പറയുന്നുണ്ട്. ഇതിൽ തർക്കമൊക്കെ ഉണ്ട്. പക്ഷെ ആണെങ്കിൽ ഭയങ്കര രസമാണല്ലോ, ആണെങ്കിൽ നല്ലതാണ്. ആണെന്ന് വന്നാൽ എന്താണെന്നറിയോ, മഹാബലി സദ്ദാം ഹുസൈൻ്റെ പഴയൊരു മുത്തച്ഛനായിട്ട് വരും. ഈ ഇറാഖ് പണ്ട് ഭരിച്ച ആളാണ് സദ്ദാം ഹുസൈൻ. അതിനു മുമ്പ് എപ്പോഴോ ഇറാഖ് ഭരിച്ചിരുന്ന ഒരാളാണ് ഈ മഹാബലി എന്ന സങ്കല്പം. അതിൽ എന്ത് രസമുള്ളൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. നമ്മൾ ഈ തിരുവോണ നാളിൽ പൂക്കളമൊക്കെ ഒരുക്കുമ്പോൾ നടുക്കൊരു ഓണപ്പടം ഉണ്ടാക്കുമല്ലോ. ഒരു ചതുരത്തട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ചതുരത്തട്ടിട്ട് മുകളിലേക്ക് കൂർത്തു വന്ന് ഏറ്റവും മുകളിലൊരു ആപ്പ് വയ്ക്കും. അതാണ് തൃക്കാക്കരയപ്പൻ. ഇങ്ങനെ കൂർത്തു പോകുന്ന ഒരു ആപ്പാണ്. ആ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ചുണ്ടാക്കുന്ന ഓണപ്പടവുകളുടെ അതേ പാറ്റേണാണ് മധ്യേഷ്യയിൽ ഹിറ്റൈറ്റുകാർ എന്ന് വിളിക്കുന്ന പ്രാചീന ജനത മരിച്ചവർക്കുണ്ടാക്കിയിരുന്ന സ്മാരകങ്ങൾക്കുമുള്ളത്. സിഗുറാത്തുകളുടെ ആർക്കിടെക്ചറൽ പാറ്റേൺ അതേപടി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തിരുവോണ ദിവസം കാണാം. എങ്ങനെയാണ് മധ്യേഷ്യയിൽ മരിച്ചവർക്കുണ്ടാക്കിയ സ്മാരകങ്ങളുടെ മിനിയേച്ചർ നമ്മുടെ വീട്ടുമുറ്റത്ത് തിരുവോണ ദിവസം പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ മനുഷ്യരിങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. എനിക്ക് യാദൃച്ഛികമായിട്ട് വത്തിക്കാനിലെ മ്യൂസിയത്തിൽ ഒരിക്കൽ പോകാൻ അവസരം കിട്ടുകയുണ്ടായി. മധ്യേഷ്യയിൽ നിന്ന് കിട്ടിയ കളിമൺ പാത്രങ്ങളും കൂജകളും ഒക്കെ അവിടെ പ്രദർശനത്തിൽ വച്ചിട്ടുണ്ട്. BC 2000-ലും BC 3000-ലും ഒക്കെ ഉള്ള കൂജകളാണ്. കൂജയൊക്കെ നോക്കിയാൽ ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ മൂലക്കിരിക്കണം അതേ കൂജയാണ്, അതേ ആകാരം, അതേ പ്രകൃതം, മനുഷ്യവംശം പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു. കേസരി പണ്ട് പറയുന്നൊരു മനോഹരമായ വാക്യമുണ്ട്, ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നിങ്ങളുടെ കടവിൽ അടുക്കുന്നതിന് മുമ്പ് പല കടവുകളിലും അടുത്തിരുന്നു എന്ന് കാണാൻ പറ്റും. നമ്മുടെ കടവിലേക്ക് മാത്രമായിട്ട് ഒരു ഐതിഹ്യവും പുറപ്പെട്ടിട്ടില്ല. നോക്കും, മകനെ ഉളിയെറിഞ്ഞു കൊല്ലുന്ന ഒരു ആശാരി പ്രാചീന ഗ്രീസിലുണ്ട്. ഉച്ചവരെ കല്ലുരുട്ടി മോളിൽ കയറ്റിയിട്ട് ഉച്ചയ്ക്ക് താഴേക്ക് തള്ളിയിട്ട് ചിരിക്കുന്ന ഒരു ഭ്രാന്തനെ യവനപുരാണത്തിൽ കാണാം. മൂപ്പരുടെ പേര് സിസിഫിസ് എന്നാണ്. വിജയമാഷ് അതേക്കുറിച്ച് പറയണത്, ഒരു മരത്തിൽ കയറാൻ പറഞ്ഞാൽ 2 മരത്തിൽ പപ്പാതി കയറുന്നതാണ്. അരയര ഒന്നായല്ലോ. കാൽമടമ്പിൽ അമ്പേറ്റ് മരിക്കുന്ന ഒരു കൃഷ്ണനെ പോലെ കാൽമടമ്പിലെ മുറിവ് കൊണ്ട് മരിച്ച ഒരു അക്കിലസും ഉണ്ട്.
യമുനയെ വഴിമാറ്റി ഒഴുക്കുന്ന ബലരാമനെ പോലെ നദിയെ വഴിതിരിച്ചു വിടുന്ന ഹെർക്കുലീസിനെ നമുക്ക് കാണാം. ഐതിഹ്യങ്ങൾ മനുഷ്യർ പങ്കുവയ്ക്കുന്നു. ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ, ദൈവസംഹിതകൾ, മൂല്യവ്യവസ്ഥകൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പങ്കുവയ്പ്പ് ഇപ്പോൾ ക്രിസ്തു മതത്തിൽ ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25-നാണ് എന്നിപ്പോൾ നമ്മൾ കരുതുന്നു. വാസ്തവത്തിൽ പ്രാചീന ഇന്ത്യയിലും പേർഷ്യയിലും നിലനിന്ന സൂര്യോത്സവം ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് സൂര്യൻ്റെ അയന സംക്രമണം നടക്കുന്ന ദിവസം സൂര്യാരാധനയുടെ പ്രധാന ദിവസങ്ങളിലൊന്നായി തീരുകയും പ്രാചീന പേർഷ്യ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാവപ്പോൾ പ്രേഷ്യയിൽ നിന്നിരുന്ന ഈ സൂര്യാരാധന റോമിലേക്ക് പടരുകയും സൂര്യാരാധനയുടെ ദിവസം റോമൻ ഉത്സവ ദിവസമായി തീരുകയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പിന്നീട് ക്രിസ്തു മതം റോമിൻ്റെ ഔദ്യോഗിക മതമാക്കിയപ്പോൾ ഈ അയന സംക്രമ ദിവസത്തെ ക്രിസ്തുവിൻ്റെ ജന്മ ദിവസമായിട്ട് പ്രഖ്യാപിക്കുകയും അത് ക്രിസ്മസ് ആയി തീരുകയും അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പഞ്ചായത്തിലും വരികയും ചെയ്തു. ഇപ്പം നിങ്ങൾ ഡിസംബർ 25-ന് ക്രിസ്മസ് ഒരുക്കി പുൽക്കൂടൊക്കി നക്ഷത്ര വിളക്കൊക്കെ തൂക്കുന്ന സമയത്ത് നക്ഷത്ര വിളക്ക് യൂറോപ്പിൽ നിന്ന് വന്നതാണ്, പുൽക്കൂട് ഫ്രാൻസിസ് അസീസി ഉണ്ടാക്കിയതാണ്. ഡിസംബർ 25 പ്രാചീന പേർഷ്യയിൽ നിന്നും വടക്കൻ ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ടു പോയതുമാണ്. നോക്കൂ, നമ്മളൊരു ഉത്സവം വീട്ടിലൊരുക്കുന്ന സമയത്ത് അത് വളരെ ബഹുസ്വരമായ ഒന്നാണ്. ഒരു ക്രിസ്മസ് വിളക്കിൽ യൂറോപ്പിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, ഒരു നക്ഷത്രക്കൂടിൽ ഫ്രാൻസിസ് അസീസി ഉണ്ട്, ഒരു ഡിസംബർ 25 സൂര്യോത്സവമുണ്ട്. ഇതിലെല്ലാം കൂടി ചേർന്ന് യേശു ക്രിസ്തു ഉണ്ട്. അല്ലാതെ യേശു ക്രിസ്തു മാത്രമായിട്ടൊന്നുമല്ല, ക്രിസ്മസ് മാത്രമായിട്ടുമല്ല. അതുകൊണ്ട് തിരുവോണത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു സുമേറിയൻ പാരമ്പര്യം ഉണ്ടാവും. നമ്മുടെ ഓണപ്പടവിനുള്ളിൽ സിഗുറാത്തുകളുണ്ടാവും. ഇത് മനുഷ്യവംശത്തിൻ്റെ സുദീർഘ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തെ അക്കൗണ്ട് ചെയ്യുന്ന, ഉൾക്കൊള്ളുന്ന ഒരു ഭൂതകാല ധാരണ നമുക്കുണ്ടായില്ല. അതുണ്ടാക്കിയെടുക്കാൻ നിർഭാഗ്യവശാൽ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസമോ ആധുനിക സമൂഹബോധമോ കാര്യമായി ശ്രമിച്ചുമില്ല. അതുകൊണ്ട് എന്തു പറ്റി? നമ്മുടെ സംസ്കാരത്തിലേക്ക് വന്നു കയറിക്കൊണ്ടേയിരുന്ന നിരവധിയായ ഘടകങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ അവ എവിടെ നിന്ന് പുറപ്പെട്ടു, എങ്ങനെയൊക്കെയാണ് അവ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ഇതെല്ലാം തദ്ദേശീയമാണ് എന്ന മിഥ്യാധാരണയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ടാവുകയും അവർ ഇന്ത്യൻ ഭൂതകാലത്തെ മതാത്മകമായ ഒന്നായി മനസ്സിലാക്കാൻ ഒരു മടിയുമില്ലാത്തവരായി തീരുകയും ചെയ്തു. ഇത് അവരുടെ ഒരു വിവരക്കേടായിട്ട് അവസാനിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ വിവരക്കേട് രാഷ്ട്രീയ യുക്തിയായി തീരുകയും രാഷ്ട്രത്തിൻ്റെ അധികാര കൈയാളുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉപാധിയായിട്ടത് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി. ഇത് ഇന്ത്യക്ക് മാത്രമൊന്നുമല്ല, ലോകത്തെ ഏത് സംസ്കാരത്തിലേക്ക് നോക്കിയാലും വാസ്തവത്തിൽ ഈ കുഴമറിച്ചിലുണ്ട്. ഇപ്പം നമ്മുടെ ദേശീയ ഗാനത്തിൽ പാകിസ്ഥാനിലൊരു പ്രദേശത്തിൻ്റെ പേരുണ്ട്. ഇന്നിപ്പോൾ ദേശീയ ഗാനം പാടുമ്പോൾ ആരും ഓർക്കില്ല. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ. ഈ സിന്ധ് എന്ന് പറയുന്നത് ഇന്ന് പാകിസ്ഥാനിലാണ്, മുമ്പ് ഇന്ത്യയിലായിരുന്നു. ഗാന്ധാരി ജനിച്ച ഖണ്ഡഹാർ, ഗാന്ധാരം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനില്ല, ഇപ്പോൾ താലിബാൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഈ അതിർത്തികൾക്കൊന്നും വാസ്തവത്തിൽ വലിയ പ്രാധാന്യവുമില്ല. ദേശീയമായ അതിർവരമ്പുകൾ എന്നൊക്കെ പറയുന്നത് മനുഷ്യവംശം അതിൻ്റെ പരിണാമ ചരിത്രത്തിൽ എവിടെയോ വച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന ചട്ടക്കൂടുകളാണ്. ആ അതിർത്തികൾക്കുള്ളിലൊന്നുമല്ല മനുഷ്യർ ജീവിച്ചതും ആശയങ്ങൾ കെട്ടിപ്പടുത്തതും തങ്ങളുടെ സംസ്കാരം ഉണ്ടാക്കിയെടുത്തതും. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ദേവാലയം എവിടെയുള്ളത്? അയോധ്യയിൽ ഇത് കെട്ടിപ്പൊക്കിയതിന് ശേഷവും ഏറ്റവും വലിയ ഹിന്ദു ദേവാലയമുള്ളത് ഇന്ത്യയിലല്ല, കംബോഡിയയിലാണ്, അങ്കോർ വാട്ടാണ്. ഗരുഡൻ എന്ന പേരിൽ ലോകത്ത് ഒരേ ഒരു എയർലൈൻസേ ഉള്ളൂ, അത് ഇന്തോനേഷ്യയുടെയാണ്. 90% മുസ്ലിങ്ങളാണ്. പക്ഷേ ഇന്തോനേഷ്യയിൽ ഗരുഡൻ പറന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യവംശം ജീവിക്കുന്നത്. അല്ലാതെ ഈ ദേശരാഷ്ട്രം എന്ന് പറയുന്നതിന് എത്ര വർഷത്തെ ചരിത്രമുണ്ട്? 150 കൊല്ലം. ചവിട്ടി പിടിച്ചാൽ 200 കൊല്ലം, 250 കൊല്ലം. മനുഷ്യവംശത്തിനോ 10,000 വർഷങ്ങൾ. ഈ 10,000 വർഷങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാക്കിയ ജീവിത മൂല്യങ്ങളെ അവസാനത്തെ 200 കൊല്ലത്തെയോ 150 കൊല്ലത്തെയോ നമ്മുടെ ചരിത്രം എടുത്താൽ 75 കൊല്ലത്തെ അതിർത്തിക്കകത്ത് വെച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ കവിഞ്ഞ വിവരക്കേടെന്താണ്? ഈ വിവരക്കേടിനെയാണ് പലപ്പോഴും നമ്മൾ ദേശീയത എന്ന് വിളിക്കുന്നത്. ബെർണാഡ് ഷാ ദേശീയതയെക്കുറിച്ച് പറഞ്ഞ, രാജ്യസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ മനോഹരമായൊരു കമൻ്റ് ഉണ്ട്. നിങ്ങളൊരു പ്രത്യേക പ്രദേശത്ത് ജനിച്ചു എന്നതുകൊണ്ട് ലോകത്തെ മറ്റെല്ലാ പ്രദേശങ്ങളെക്കാളും മഹത്വം ആ പ്രദേശത്തിനുണ്ടെന്നുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണയുടെയും വിവരക്കേടിൻ്റെയും പേരാണ് രാജ്യസ്നേഹം എന്നാണ് ബെർണാഡ് ഷാ പറയുന്നത്. ബെർണാഡ് ഷാ പിന്നെ എല്ലാം ഇത്തിരി കടത്തിയാണ് പറയുക. വാസ്തവത്തിൽ എല്ലാ ദേശങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്ത് പങ്കുവെച്ച്
പോകുന്നു. നമ്മുടെ നാഗരികതയ്ക്ക് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. പക്ഷേ ആ ദീർഘകാല ചരിത്രത്തിൽ പലതും വന്നു കയറിയിട്ടുണ്ട്. ഇപ്പോൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഏതാണ്ട് BC അവസാന നൂറ്റാണ്ടുകൾ മുതൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനകാലം വരെയുള്ള ഒരു 3-4 നൂറ്റാണ്ടുകൾ ഇന്ത്യ വലിയ തോതിൽ കലങ്ങി മറിഞ്ഞ കാലമാണ്. ശാകന്മാർ, കുശാനന്മാർ, ഇൻഡോ പാർത്തിയന്മാർ, ബാക്ട്രിയൻ ഗ്രീസുകാർ ഇവരെല്ലാം പലയിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും ഉത്തരഭാരതത്തിലേക്കും വരികയും അവിടുത്തെ ജീവിത രീതികളെ ആകമാനം മാറ്റിമറിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഭക്ഷണ സമ്പ്രദായം, നമ്മുടെ കലകൾ, ആരാധനാ രീതികൾ, ഇതിലൊക്കെ ഈ അംശങ്ങൾ കൂടിക്കലരുന്നുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് ഇന്ത്യൻ എന്ന് നാം വിളിക്കുന്ന ഒരു ജീവിതക്രമമോ ഒരു പാരമ്പര്യമോ ഉണ്ടായി വന്നത്. അല്ലാതെ ഒറ്റ വഴിക്കൊന്നുമല്ല, വേദങ്ങളിൽ നിന്ന് പൊട്ടിക്കിളിർത്ത് വന്നതല്ല, ഉപനിഷത്തുകൾ ഉണ്ടാക്കിയെടുത്തതുമല്ല. ഇപ്പോൾ പണ്ട് KR നാരായണൻ പറഞ്ഞു വലിയ കോലാഹലമുണ്ടായ ഒരു വാദമുണ്ട്. അദ്ദേഹം പറഞ്ഞു ശങ്കരാചാര്യരുടെ അദ്വൈതവാദത്തിൻ്റെ പിന്നിൽ ഇസ്ലാം ജന്മം നൽകിയ ഏകദൈവ സിദ്ധാന്തത്തിൻ്റെ സ്വാധീനം പോലും ഉണ്ടാകാം എന്ന് അന്ന് KR നാരായണൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് പറഞ്ഞു. വിവേകമുള്ള പ്രസിഡന്റുമാർ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം 49 ഫെബ്രുവരി 28-നാണല്ലോ ഈ ബാബറി മസ്ജിദിൽ രാമൻ സ്വയംഭൂ ആയത്. അങ്ങനെയാണ് പറയുക. അത് കുത്തിക്കിടത്തി എന്നല്ല പറയാം. സ്വയംഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒളിച്ച് കയറ്റിയെന്നാണ് അർത്ഥം. പക്ഷെ സ്വയംഭൂ ആയി എന്നാണ് പറയുക. അപ്പം അന്ന് UP മുഖ്യമന്ത്രി GB പന്ത, ഗോവിന്ദ വല്ലഭ് പന്ത്. അപ്പോൾ GB പന്ത് നെഹ്റുവിന് കത്തെഴുതി, ഇങ്ങനെ രാമവിഗ്രഹം കണ്ടു കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? അപ്പം നെഹ്റു പറഞ്ഞു അത് വേഗം എടുത്ത് സരയൂ നദിയിൽ ഒഴുക്കണം, അല്ലെങ്കിൽ ഭാവിയിലെ വലിയ വിപത്തായിട്ട് മാറും എന്ന് പറഞ്ഞു. GB പന്ത് പക്ഷേ കേട്ടില്ല കേട്ടോ. GB പന്ത് അന്ന് കേൾക്കാതിരുന്നതിന് കാരണം ഫൈസാബാദ് മണ്ഡലത്തിൽ പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അച്യുത് പടുവർദ്ധൻ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവ് രാജിവെച്ചിട്ട് ആ രാജിവെച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ GB പന്ത് നെഹ്റുവിൻ്റെ ഈ നിർദ്ദേശം മാനിക്കാതെ പള്ളി അടച്ചിടാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ബാബറി പള്ളി ആദ്യമായി തർക്ക വിഷയമായത്. 49 അടച്ചിട്ടു. അടച്ചിട്ട പള്ളി പിന്നീട് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് നമ്മുടെ ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവിനെ മറികടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ശിലാന്യാസ് അനുവദിച്ചു. 86-ലാണ് തുറന്നു കൊടുക്കാൻ തീരുമാനിക്കുന്നത്. പിന്നെ ശിലാന്യാസ് അനുവദിച്ചു. 92 ഡിസംബർ 6 രാവിലെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് 92 ബാബറി പള്ളി 92 ഡിസംബർ 6 രാവിലെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു ബാബറി പള്ളിക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും സംഭവിക്കില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ പള്ളി ഉണ്ടായില്ല. പണ്ട് ലോനപ്പൻ നമ്പാടനുള്ളപ്പോൾ ലോനപ്പൻ നമ്പാടൻ പറയും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 13 ഭാഷ അറിയാമായിരുന്നു എന്നാണ് ഒരു പ്രചാരത്തിലുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ മാഷി ചോദിക്കും ഏതെങ്കിലും ഒരു ഭാഷയെ പറയായിരുന്നില്ലേ പൊളിക്കല്ലേ എന്ന്. ഇത്രയും ഭാഷ അറിഞ്ഞിട്ടും അത് പറഞ്ഞില്ല എന്ന് നമ്മുടെ മാഷ് പറയും. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ പാരമ്പര്യത്തിനകത്തുള്ള വിവിധ മതപാരമ്പര്യങ്ങളുടെ കലർപ്പ്. ഇന്ത്യ എന്ന് പറയുന്നത് സംശയരഹിതമായും വ്യത്യസ്ത മതപാരമ്പര്യങ്ങൾ കൂടിക്കലർന്ന് അദ്വൈത ഭാവനയുടെ ആവിഷ്കാരത്തിൽ പോലും എന്താ പറയുക ഏകദൈവ സങ്കല്പം ഉണ്ടാകാമെന്നും തിരിച്ച് നമ്മുടെ സൂഫിസം ഭക്തി പ്രസ്ഥാനത്തോട് ഭക്തി പാരമ്പര്യം സൂഫിസത്തോട് ഒക്കെ തമ്മിൽ കലർന്ന്. ഇപ്പം കബീർ എന്ന് പറയുന്ന കവി ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും ഒരു ഭാഗത്ത് ഹിന്ദുക്കളും ഒരുപോലെ ആരാധിക്കുന്ന ഒരാളാണ് ഉത്തരേന്ത്യയിൽ. ഇങ്ങനെ വികസിച്ച് വന്ന കൊടുക്കൽ വാങ്ങലുകളുടെ പങ്കുവയ്പ്പുകളുടെ ഒരു സുദീർഘ ചരിത്രം വാസ്തവത്തിൽ ഇന്ത്യക്കുണ്ട്. ആ സുദീർഘ ചരിത്രത്തെ നാം നമ്മുടെ ഭൂതകാല ബോധത്തിൻ്റെ ഭാഗമാക്കിയില്ല. അതുകൊണ്ട് ഹൈന്ദവം അല്ലാത്ത അല്ലെങ്കിൽ ബ്രാഹ്മണികമല്ലാത്ത ക്രൈസ്തവ പാരമ്പര്യമാകട്ടെ ഇസ്ലാമിക പാരമ്പര്യമാകട്ടെ യഹൂദന്മാരുടേതാകട്ടെ പാഴ്സികളും സിഖുകാരും ഉണ്ടാക്കിയ പാരമ്പര്യമാകട്ടെ ഇതൊക്കെ ഒന്നുകിൽ ഹിന്ദുമതത്തിൻ്റെ അനുബന്ധങ്ങളാണ് എന്ന മട്ടിൽ അല്ലെങ്കിൽ വൈദേശികമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരാഴ്ത്തിയ പാരമ്പര്യങ്ങളെപ്പോലും നമ്മുടെ പാരമ്പര്യമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ ഉണ്ടായി വന്നു. ഇതാണ് അമർത്യാസൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം ഇന്ത്യയിലെ നാട്ടുപാരമ്പര്യങ്ങൾ, ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങൾ, ആദിവാസികൾ, ദളിതുകൾ, പ്രാന്ത സമൂഹങ്ങൾ അവർ സൃഷ്ടിച്ചെടുത്ത അവരുടേതായ വിജ്ഞാന വൈഭവങ്ങളുണ്ട്. ഈ വിജ്ഞാന വൈഭവങ്ങളൊക്കെ പിൽക്കാലത്ത് നാം വലിയ തോതിൽ ഉപയോഗിച്ചു. ഞാനിപ്പോൾ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ അജന്തയെക്കുറിച്ച് പറയുമ്പോൾ ദേശീയ കലയാണ്.
ദേശീയ കലയാണ് അജന്ത, അജന്തയിൽ നിന്ന് ഇന്ത്യൻ ചിത്രകല ആരംഭിക്കുന്നു എന്നൊക്കെ പറയും. അതേ നാവ് കൊണ്ട് നാം പറയും വർലി ആദിവാസി കലയാണ് എന്ന് പറയും. വാസ്തവത്തിൽ അജന്ത എങ്ങനെയാണോ ദേശീയമായിരിക്കുന്നത് അതുപോലെ വർലിയും ദേശീയമാണ്. അജന്ത ദേശീയമായിരിക്കുന്നത് പോലെ കാളിഘട്ട് ദേശീയമാണ്. പക്ഷേ കാളിഘട്ട് നാടോടി രീതിയാണ്, വർലി ആദിവാസി രീതിയാണ്, അജന്ത പക്ഷേ ദേശീയ. ഏത് സതിരാട്ടം 400 കൊല്ലം കൊണ്ട് നടന്ന ദേവദാസികൾ വ്യഭിചാരിണികളായിത്തീരുകയും സതിര് മോശപ്പെട്ടൊരു ഏർപ്പാടായിത്തീരുകയും ഈ സതിരാട്ടത്തെ സംസ്കൃതവും ബ്രാഹ്മണികവുമായ രീതിയിൽ പരിഷ്കരിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച രുക്മിണി ദേവി അരുണ്ടേലിൻ്റെ ഭരതനാട്യം ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസായി തീരുകയും ചെയ്തു. ബാലസരസ്വതിയുടെ ജീവചരിത്രത്തിൽ അവരുടെ മരുമകൻ ഡഗ്ലസ് നൈറ്റ് ബാലസരസ്വതിയുടെ മകളെ വിവാഹം കഴിച്ച ആളാണ്. അതിൽ അയാൾ ചൂണ്ടിക്കാണിക്കുന്ന കൗതുകമുള്ളൊരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് സാംസ്കാരിക സംഘങ്ങൾ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും പര്യടനത്തിന് പോകാൻ പുറപ്പെടും. അങ്ങനെ 2 വട്ടം ക്ഷണിക്കപ്പെട്ട് 2 തവണ ബാലസരസ്വതി ഈ സാംസ്കാരിക സംഘത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അതിന് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? അവരുടെ നൃത്തം വേണ്ടത്ര ദേശീയമല്ല എന്നാണ്. നോക്കൂ, 400 കൊല്ലക്കാലം ഇന്ത്യയിൽ വേരുപിടിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴയ നൃത്തരൂപത്തെ തൻ്റെ ഉടലിൽ ചേർത്ത് വെച്ച നർത്തകിയാണ് ഈ ബാലസരസ്വതി. നാരായണസ്വാമി പറയും, സംഗീതം ഉടൽവുണ്ട നൃത്തമാണ് അവരുടേത്. ഞാൻ പാടുമ്പോൾ ബാലസരസ്വതി ഓർത്താണ് പാടുക എന്ന് പറയും. ബാലസരസ്വതിയുടെ നൃത്തം കണ്ടവർ അതിനെക്കുറിച്ച് അങ്ങനെ പറയും. ആ ബാലസരസ്വതി വേണ്ടത്ര ഭാരതീയമല്ലാത്ത നൃത്തത്തിൻ്റെ പ്രതിനിധിയാവുകയും 31-ാം വയസ്സിൽ ആദ്യമായിട്ട് ഇന്ത്യൻ സതിരാട്ടം പഠിക്കാൻ തുടങ്ങിയ രുക്മിണി ദേവിയും രുക്മിണി ദേവി ഉണ്ടാക്കിയ നൃത്ത പാരമ്പര്യവും ക്ലാസിക്കലാവുകയും ചെയ്തു. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സതിരിൻ്റെ പാരമ്പര്യം പോകുന്നു, വർലിയുടെ പാരമ്പര്യം പോകുന്നു, തദ്ദേശീയ ജനവിഭാഗങ്ങൾ ഉണ്ടാക്കിയെടുത്ത വിപുലമായ വിജ്ഞാന വ്യവസ്ഥയുടെ പാരമ്പര്യങ്ങൾ പോകുന്നു. പകരം അതിൻ്റെ എല്ലാം സംസ്കൃതവൽക്കരിക്കപ്പെട്ട ബ്രാഹ്മണീകരിക്കപ്പെട്ട രൂപങ്ങൾ ദേശീയ പാരമ്പര്യം. വാസ്തവത്തിൽ സതിരാണ് ഭരതനാട്യം എന്ന് ഉറപ്പിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭരതനാട്യത്തെ നിങ്ങൾക്ക് ഹിന്ദുത്വത്തിൻ്റെ യുക്തിയിൽ പെടുത്താൻ പറ്റില്ല. മറിച്ച് ഇപ്പം കൃഷ്ണ ചെയ്യുന്നുണ്ടല്ലോ, ഈ മൃദംഗം ഉണ്ടാക്കുന്നത് ഈ പശുവിൻ്റെ തോൽ കൊണ്ടാണ്, ഇതുണ്ടാക്കുന്നത് ഇന്ന ജാതിക്കാരാണ്. നാരായണഗുരു പണ്ട് ചോദിക്കുന്നുണ്ട്, മൃഗത്തിൻ്റെ തോല് കൊണ്ട് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറിക്കൂടാ, പക്ഷേ ചെണ്ട ഉണ്ടാക്കിയാൽ കൊട്ട. ഇത് നാരായണഗുരു പറയുന്നുണ്ട്, ചെണ്ട ഉണ്ടാക്കിയാൽ അകത്ത് കയറ്റി കൊട്ട, പക്ഷേ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് കയറ്റാൻ പറ്റില്ല എന്ന് ഗുരു പറയുന്നുണ്ട്. ഇങ്ങനെ തദ്ദേശീയമായി വികസിച്ചു വന്ന തദ്ദേശീയ ജനതയുടെ വിജ്ഞാന വൈഭവങ്ങളെ മുഴുവൻ ഒന്നുകിൽ പുറന്തള്ളി അല്ലെങ്കിൽ ബ്രാഹ്മണവൽക്കരിച്ചു. അതുവഴി ഇന്ത്യയുടെ ഭൂതകാലത്തിന് ഏകാത്മകമായ ഒരു മതസ്വത്വം അതിൽ ആരോപിക്കാനായിട്ട് കഴിഞ്ഞു. മൂന്നാമത്തെ ഒരു ഒഴിച്ചു നിർത്തൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൗതിക വിജ്ഞാന പാരമ്പര്യമാണ്. ഭൗതിക വിജ്ഞാന പാരമ്പര്യം എന്നതിനെ ഭൗതികവാദ പാരമ്പര്യം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഭൗതികവാദവും ഭൗതിക വിജ്ഞാനവും രണ്ടാണ്. ഭൗതികവാദം എന്ന് പറയുന്നത് ലോകായതമോ ചാർവാകമോ അല്ലെങ്കിൽ ആദ്യകാല സാഖ്യമോ ഒക്കെ പോലെ ദൈവാസ്തിത്വത്തെ നിരസിക്കുന്ന അല്ലെങ്കിൽ വേദപ്രമാണങ്ങളെ അംഗീകരിക്കാത്ത ചിന്താ പാരമ്പര്യങ്ങളാണ് നാസ്തികമെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ടത്. ഞാനിവിടെ സൂചിപ്പിക്കുന്ന അതിനെക്കുറിച്ചല്ല. മറിച്ച് ഇന്ത്യ അധ്യാത്മവിജ്ഞാനത്തിൻ്റെ അതിഭൗതികമായ ദൈവാന്വേഷണത്തിൻ്റെയോ മറ്റോ വഴി വികസിപ്പിച്ചതിനേക്കാൾ എത്രയോ വിപുലമായി ഭൗതിക വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ അറിവുണ്ടാക്കി. ഇപ്പം രസതന്ത്രം, ഇന്ത്യൻ കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ വളരെ വിപുലമായ പാരമ്പര്യമുള്ള ഒന്നാണ്. അതേക്കുറിച്ച് ഏറ്റവും വിപുലമായി എഴുതിയ ഒരാളാണ് ആചാര്യ PC റായ്, പ്രഫുല്ലചന്ദ്ര റായ്. അദ്ദേഹം ഇന്ത്യൻ കെമിസ്ട്രിയുടെ പതനത്തിനും ഇന്ത്യൻ ഭൗതിക വിജ്ഞാനത്തിൻ്റെ പതനത്തിനും തന്നെ കാരണമായി പറയുന്നത് ശങ്കരനിലൂടെ വികസിച്ചു വന്ന മായാ സിദ്ധാന്തമാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്നതോടെ ജഗത്ത് മിഥ്യയാണെങ്കിൽ ജഗത് സംബന്ധിയായ അന്വേഷണങ്ങൾക്ക് വാലിഡിറ്റി കുറയും. സ്വാഭാവികമായിട്ടും ബ്രഹ്മാന്വേഷണം പ്രധാനമായിത്തീരുകയും ഭൗതികാന്വേഷണത്തിൽ മുഴുകുന്നവർ രണ്ടാം തരക്കാരായി മാറുകയും ചെയ്തു. അങ്ങനെ ശങ്കരൻ മുമ്പോട്ട് വെച്ച മായാദർശനവും മായാവാദവും അതിന് കൈവന്ന വലിയ സ്വീകാര്യതയും ഇന്ത്യൻ ഭൗതിക വിജ്ഞാനത്തിൻ്റെ പതനത്തിന് വലിയ കാരണമായി എന്ന് PC റായ് പറയുന്നുണ്ട്. PC റായ് ചെറിയ ആളൊന്നുമല്ല കേട്ടോ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വലിയ തോതിൽ പീഡനങ്ങൾ നേരിടേണ്ടി വന്ന ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവെന്നറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് PC റായ്. അങ്ങനെയുള്ള പ്രൊഫസർമാരൊക്കെ അന്നുണ്ടായിരുന്നു. പണ്ട് മാർക്സ് പറയുന്നുണ്ട്, മനുഷ്യരാശിയുടെ യാതന കണ്ടില്ലെന്ന് നടിച്ചെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായേനെ എന്ന്. അത്രയും ഞാൻ പറയുള്ളൂ. ഞാനും പ്രൊഫസറായിട്ട് വേഷം കെട്ടുന്നതാണ്. അതുകൊണ്ടാണ്. അക്കാലത്ത് അങ്ങനെ ധാരാളം പേരുണ്ട്.
ഈ ഇന്ത്യൻ കെമിസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്, ഇപ്പം ഇന്ത്യൻ മാത്തമാറ്റിക്സിന് ഇപ്പം ഇവരുടെ ഒരു സൂത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺ ഇവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, എല്ലാം ഇവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്ന് പറയുന്നത്. അത് പിന്നെ ചികിത്സയില്ലാത്തൊരു അസുഖമാണ്, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതേസമയം ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ആര്യഭടനെ പോലെ ഉണ്ടായ ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ അർത്ഥശാസ്ത്രം, കൗടല്യൻ രൂപപ്പെടുത്തിയ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ബേസിക് ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഇതര വിജ്ഞാന മേഖലകളിലെ വലിയ കണ്ടെത്തലുകൾ, ഈ കണ്ടെത്തലുകളെ ഇപ്പം നമ്മളെപ്പോഴെങ്കിലും ഇപ്പോൾ കാമസൂത്രം എന്ന് പറയുന്നത് ലോകത്ത് ലൈംഗിക വിജ്ഞാനത്തിൻ്റെ മറ്റൊരു ടെക്സ്റ്റ് ഉണ്ടായി വരുന്നത് ഏതാണ്ട് AD 11-12 നൂറ്റാണ്ടിലാണ്. അറേബ്യയിലാണ്. സുഗന്ധോദ്യാനം, പെർഫ്യൂംഡ് ഗാർഡൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് മോട്ടൺ ട്രാൻസ്ലേറ്റ് ചെയ്ത ടെക്സ്റ്റാണ്. അതുണ്ടാകുന്നതിന് ഏകദേശം 1000 കൊല്ലം മുമ്പെങ്കിലും കാമസൂത്രം ഇവിടെ ഉണ്ടായി. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉത്തരഭാരതത്തിലുണ്ടായ ഒരു വലിയ കലക്കത്തിൻ്റെ സമയത്താണ്, ആ 3-4 നൂറ്റാണ്ടുകളിലാണ് ലൈംഗിക വിജ്ഞാനം വളരെ പ്രബലമായിട്ട് ഇന്ത്യയിൽ വികസിച്ചു വന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ട് ലൈംഗികത എന്നതിനെ ഒരു വിജ്ഞാന വ്യവസ്ഥയായി കാണുകയും അതിനെ തരാതരം പോലെ പരിശോധിക്കുകയും രതിവേഴ്ചയുടെ ബന്ധങ്ങളെക്കുറിച്ചും ലൈംഗികത എന്താണെന്നുള്ളതിനെക്കുറിച്ചുമുള്ള മൗലികമായ അന്വേഷണത്തിലേക്ക് ആദ്യമായി കടക്കുകയും ചെയ്ത ഒരു ജനതയാണ് ഇന്ത്യക്കാർ. ഇപ്പോൾ പക്ഷേ നിങ്ങൾ ഇന്ത്യയുടെ അഭിമാന പാരമ്പര്യബോധത്തിൽ എപ്പോഴെങ്കിലും കാമസൂത്രം ഉണ്ടായ നാടാണ് എന്ന് കാണില്ല. ചാന്തോക്യോപനിഷത്ത് ഉണ്ടായി എന്ന് കാണും. അതെന്താണെന്ന് നാട്ടുകാർക്ക് ആർക്കും അറിഞ്ഞൂടാ. ഇതെല്ലാവർക്കും അറിയാം. മുഴുവൻ ഇന്ത്യക്കാരും വായിച്ച ഒറ്റ പുസ്തകമുള്ളൂ, അത് കാമസൂത്രമാണ്. പക്ഷെ എല്ലാവരും വായിച്ചു എന്ന് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാമസൂത്രം ഉണ്ടായതാ, ചെറിയ കാര്യമല്ല അത്. ഇന്ത്യയെ ആത്മീയതയുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നതിനെക്കുറിച്ച് പിന്നീട് കൊസാംബി പറയുന്നൊരു ഫലിതമുണ്ട്. കൊസാംബി പറയുന്നത്, സ്വന്തം യൗവനം കൊണ്ട് മതിച്ച് പൊളച്ച് ജീവിച്ച് മതിയാകാതെ വന്നിട്ട് മകനോട് യൗവനം കടം ചോദിച്ച ഒരു പിതാവിനെ സങ്കല്പിച്ച ലോകത്തെ ഒരേ ഒരു ജനതയാണ് ഇന്ത്യക്കാർ. നമ്മുടെ മഹാഭാരതത്തിലെ യയാതി വരുന്നുണ്ടല്ലോ, മകനോട് യൗവനം കടം ചോദിക്കുകയാണ്, എനിക്ക് മതിയായിട്ടില്ല, നിൻ്റെ യൗവനം തരൂ, അധികാരവും വാർദ്ധക്യവും കൂടി നിനക്ക് തിരിച്ചു തരാം. ഇങ്ങനെ ഒരച്ഛനെ സങ്കല്പിച്ച ജനതയെയാണ് നമ്മൾ ആധ്യാത്മികതയുടെ നാട് എന്ന് പറയുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ രഥോത്സവങ്ങളുടെ വലിയ കേന്ദ്രങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. രതി മാത്രമൊന്നുമല്ല കേട്ടോ, മറ്റു പലതും ഉണ്ട്. മറ്റു പലതും പോലെ രതി എന്നല്ലാതെ ഖജുരാഹോയിൽ രജശില്പങ്ങൾ മാത്രമൊന്നുമല്ല. പിന്നെ നമ്മളത് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് പണ്ട് ബഷീർ പറയുന്നൊരു ഫലിതമുണ്ട്. ബഷീർ ഈ വഴിയിൽ ജീവിക്കുന്ന കല്ലുകൊത്തുകാരികളായ സ്ത്രീകളെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ബഷീർ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ മാനം കാക്കുന്നത്? കേരളമാണല്ലോ, മഹാപരാക്രമികളായ ആണുങ്ങളാണ്, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മാനം കാക്കുന്നത്? അപ്പോൾ ബഷീർ എഴുതുന്നത്, അപ്പോൾ ആ സ്ത്രീ അവരുടെ പാവാട ഉയർത്തി കാണിച്ചു എന്നാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തുടയിൽ ഒരു ചരടിൽ കഠാര കെട്ടിയിട്ടേക്കാണ്. ആ കഠാരയുണ്ട്, അതാണ് കാണിക്കുന്നത്. ഈ കാര്യം എടുത്തെഴുതിയിട്ട് വിജയമാഷ് എഴുതിയ ഒരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ പാവാട ഉയർത്തി കാണിച്ചു എന്നിടത്ത് വായന നിർത്തി സ്വപ്നം കാണാൻ തുടങ്ങുന്ന വായനക്കാരുണ്ട്, അവരാണ് അശ്ലീല വായനക്കാർ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ വായന നിർത്തുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ നിർത്താം, എന്നിട്ട് പിന്നെ എന്താണെന്ന് ആലോചിക്കാം. മറിച്ച് പിന്നെയും കൂടി വായിച്ചാൽ താഴെ കഠാരയുണ്ട് എന്നതുപോലെ ഖജുറാഹോയിൽ രതിശില്പങ്ങൾ മാത്രമല്ല, വേറെയും ധാരാളം ശില്പങ്ങളുണ്ട്. കാരണം ജീവിതത്തിൻ്റെ നാനാതരം ആവിഷ്കാരങ്ങളിൽ ഒന്നായിട്ട് രതിയെ കാണുകയും നമ്മുടെ വിക്ടോറിയൻ സദാചാരത്തിൻ്റെ യുക്തികൾക്കൊക്കെ കുറുകെ നീങ്ങുന്ന രതിയുടെ വലിയ ആഘോഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. അർത്ഥശാസ്ത്രം ഉണ്ടാക്കിയ പാരമ്പര്യമുണ്ട്. അർത്ഥശാസ്ത്രത്തിൽ ഒരധ്യായത്തിൻ്റെ പേര് ഗണികാധ്യക്ഷൻ എന്നാണ്. ഗണികകൾക്ക്, നമ്മൾ ഇന്ന് വ്യഭിചാരിണികളെന്നോ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവർന്നോ സെക്സ് വർക്കേഴ്സിനൊക്കെ പിൽക്കാലത്ത് പറയുന്ന ഗണികകൾക്ക് സാമൂഹികമായ പദവി എന്താണ്, അവരെ എങ്ങനെയാണ് ഭരണകൂടം പരിരക്ഷിക്കേണ്ടത്, അവരിൽ ഏതേത് തരത്തിലാണ് നികുതി പിരിക്കേണ്ടത് എന്ന് വ്യവസ്ഥപ്പെടുത്തി ആ നികുതി പിരിക്കാനായിട്ടൊരു പ്രത്യേക ഉദ്യോഗസ്ഥനെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിർദ്ദേശിക്കുന്നുണ്ട് അർത്ഥശാസ്ത്രം. ഇന്ന് ലോകത്തൊരിടത്തും ഈ ഏർപ്പാട് നടപ്പായിട്ടില്ല. ഗണികകളെ അവരുടെ വരുമാനത്തിനും സാമൂഹ്യ പദവിക്കും അനുസരിച്ച് തരംതിരിച്ച് പ്രത്യേകം ടാക്സ് ചുമത്തി അതിൻ്റെ വരുമാനം കൊണ്ട് ഭരണകൂടം നടത്താമെന്ന് തീരുമാനിച്ച ആളുകളാണ് ഇന്ത്യക്കാർ. ഇവരെ കൂടി നിങ്ങൾ വിളിക്കണത് ആത്മീയതയുടെ നാടെന്നാണ്. ഇതൊക്കെ കൊസാംബി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വൈവിധ്യപൂർണമായ ഭൗതിക വിജ്ഞാനത്തിൻ്റെ രസതന്ത്രം മുതൽ അർത്ഥശാസ്ത്രം വരെയോ വ്യാകരണം മുതൽ ഗണിതം വരെയോ ഒക്കെയുള്ള കാമസൂത്രം വരെയുള്ള എത്രയോ മേഖലകളിൽ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വിപുലമായൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. ഈ പാരമ്പര്യം രൂപപ്പെടുത്തിയതിൽ ഇതര മതവിഭാഗങ്ങളുണ്ട്, തദ്ദേശീയ ജനസമൂഹങ്ങളുണ്ട്, മുഖ്യധാരാ സമൂഹവും ഉണ്ട്.
പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീട് ഇതെല്ലാം നമ്മുടെ പാരമ്പര്യബോധത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും പാരമ്പര്യം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മിക്കവാറും ബ്രാഹ്മണികമായ മതാത്മകമായ ആധ്യാത്മികമായ എന്തോ ഒരു അന്വേഷണത്തിൻ്റെ ഏർപ്പാടാണ് എന്ന് വരികയും ചെയ്തു. വാസ്തവത്തിൽ മഹാഭാരതത്തെക്കുറിച്ച് എഴുതുമ്പോൾ പി കെ ബാലകൃഷ്ണൻ പറയുന്ന ഒരു കാര്യം, മഹാഭാരതം മുഴുവൻ നിങ്ങൾ വായിച്ചാൽ, മൗസല പർവ്വം കൂടി വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാസ്തവത്തിൽ എല്ലാ വിജയങ്ങളും സമ്പൂർണ്ണ പരാജയങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മൗസല പർവ്വത്തിലാകെ 200 ശ്ലോകമേ ഉള്ളൂ. പക്ഷേ ആ 200 ശ്ലോകം നിങ്ങൾ വായിച്ചാൽ വിജയികളൊക്കെ നിലംപൊത്തി തരിശായി തീരുന്നതിൻ്റെ ചിത്രമുണ്ട്. ദ്വാരക കടലെടുത്ത് തീരുന്നു, കൃഷ്ണൻ കാൽമടമ്പിൽ അമ്പേറ്റ് മരിക്കുന്നു, പാണ്ഡവന്മാരുടെ സർവ്വപ്രധാനവും അവസാനിക്കുന്നു, കൃഷ്ണൻ്റെ പത്നിമാരെയും കൊണ്ട് മടങ്ങി വരുന്ന അർജുനനെ കാട്ടാളന്മാർ പതിയിരുന്ന് ആക്രമിച്ച് സ്ത്രീകളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ വിജയപ്രതാപങ്ങളും നിലംപൊത്തി സമ്പൂർണ്ണമായി നിലംപരിശാകുന്ന ജീവിതത്തിൻ്റെ ചിത്രം കൂടിയാണ് വാസ്തവത്തിൽ മഹാഭാരതം മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ മഹാഭാരത ബോധത്തിൽ മഹാഭാരതം എവിടെ അവസാനിക്കും? പാണ്ഡവർ കൗരവരെ പരാജയപ്പെടുത്തി എന്നുള്ളിടത്ത് അവസാനിക്കും. രാമായണം എവിടെ അവസാനിക്കും? ശ്രീരാമ പട്ടാഭിഷേകത്തിൽ അവസാനിക്കും. രാമായണം പക്ഷെ അവസാനം വരെ വായിച്ചാൽ സീത ഭൂമി വളർന്ന് അന്തർധാനം ചെയ്യുന്നു, രാമൻ സരയൂ നദിയിൽ മരിക്കുന്നു, രാമൻ്റെ അനുജന്മാർ സരയൂ നദിയിൽ മരിക്കുന്നു, അയോധ്യയിലെ ജനങ്ങളും മരിക്കുന്നു, പുല്ലുപോലും അവശേഷിക്കാത്ത ജീവനറ്റ ഭൂമിയായി അയോധ്യ മാറുന്നു എന്നിടത്താണ് രാമായണം അവസാനിച്ചത്. ഇതാണ് രാമായണം എന്ന് ഇന്ത്യയിൽ രാമായണം കൊണ്ടു നടക്കുന്ന ആർക്കും ഓർമ്മയുണ്ട്? ഇങ്ങനെ വഞ്ചകമായ ഒരു പാരമ്പര്യ കൽപ്പന നമ്മുടെ ഭൂതകാലത്തെ വലയം ചെയ്യുകയും അതിലടങ്ങിയിട്ടുള്ള വൈവിധ്യങ്ങളെ, അതിലടങ്ങിയിട്ടുള്ള ബഹുത്വപൂർണമായ ജീവിത മൂല്യങ്ങളെ, അതിലടങ്ങിയിട്ടുള്ള പങ്കുവയ്പ്പിൻ്റെ വിശാല ചരിത്രത്തെ പൂർണ്ണമായി നാം തിരസ്കരിക്കുകയുമാണ് ചെയ്തത്. ഇതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം അത് മുഴുവൻ വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഇന്ത്യയുടെ ഭൂതകാലത്തെ ഇത്തരത്തിൽ മതാത്മകമായി അവതരിപ്പിച്ചു തുടങ്ങിയത് വാസ്തവത്തിൽ സാമ്രാജ്യത്വ ചരിത്രകാരന്മാരാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ ഭൂതകാലം മതപരമാണ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരല്ല, വാസ്തവത്തിൽ അത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ്. 1820കളിലാണ് സർ ജെയിംസ് മിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രം എഴുതുന്നത്, ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഈ പുസ്തകത്തിലാണ് 12ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യൻ ഭൂതകാലത്തെ ഹിന്ദു പീരീഡെന്നും 12 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടിനെ മുസ്ലിം പീരീഡെന്നും ശേഷമുള്ളതിനെ ബ്രിട്ടീഷ് പീരീഡെന്നും വിളിച്ചത്. ആ പേരുവിളിയിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം അവസാനത്തെ ഘട്ടത്തിൻ്റെ പേര് ബ്രിട്ടീഷ് പീരീഡ് എന്നാണ്. അതിനു മുമ്പുള്ള 2 ഘട്ടത്തിൻ്റെയും പേര് ഹിന്ദു പീരീഡെന്നും മുസ്ലിം പീരീഡെന്നാണ്. അപ്പം ഭരിക്കുന്ന രാജാവിൻ്റെ മതം കൊണ്ടാണ് കാലഘട്ടത്തിന് പേരിടുന്നതെങ്കിൽ അവസാന ഘട്ടത്തിനിടേണ്ട പേര് ബ്രിട്ടീഷ് പീരീഡ് എന്നല്ല, ക്രിസ്ത്യൻ പീരീഡ് എന്നാണ്. പക്ഷേ മൂപ്പരിട്ടത് ബ്രിട്ടീഷ് പീരീഡ് എന്നാണ്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയിലൊരു ചരിത്രകാരൻ ഒരു പുസ്തകം എഴുതി, BD ബസു എന്നു പേരായ ഒരു ചരിത്രകാരൻ, ദ റൈസ് ഓഫ് ക്രിസ്ത്യൻ പവർ ഇൻ ഇന്ത്യ എന്ന പേരിലാണ് മൂപ്പര് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു പുസ്തകം എഴുതിയത്. അത് ഇതിനുള്ളൊരു പ്രതികാരമാണ്. പക്ഷേ ഇതുറച്ചു. ഇന്നും ഇന്ത്യയുടെ ഭൂതകാലം ഹൈന്ദവമാണെന്ന് പറഞ്ഞാൽ 100ൽ 90 പേരും സമ്മതിക്കും. വാസ്തവത്തിൽ ഇതിലൊരു കഥയില്ല. കാരണം ഈ 12ാം നൂറ്റാണ്ടിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദു എന്നുള്ള പേര് വരുന്നത് 6ാം നൂറ്റാണ്ട് 5ാം നൂറ്റാണ്ടോടെയാണ്. അതിനു മുമ്പുള്ളത് വൈദിക പാരമ്പര്യമാണ്. ഈ വൈദിക പാരമ്പര്യം ഇന്ത്യയുടെ പൊതുജീവിതത്തിൽ വളരെ പ്രാന്തവൽകൃതമായ ഒരു സ്ഥാനം മാത്രമേ ആ ഘട്ടത്തിലുള്ളൂ. ഈ വൈദിക പാരമ്പര്യത്തെ വെല്ലുവിളിച്ച് ബുദ്ധമതവും ജൈനമതവും വന്നു, തദ്ദേശീയ പാരമ്പര്യങ്ങൾ വന്നു, ശാകന്മാരും കുശാനന്മാരും ഇൻഡോ പാർത്തിയന്മാരും ഒക്കെ വന്നു. അവരെല്ലാം കൊണ്ടുവന്ന മൂല്യങ്ങൾ ചേർന്നാണ് 12ാം നൂറ്റാണ്ട് വരെ ഇന്ത്യ പരിണമിച്ചു വന്നത്. ഇതിനെ ആകെ ചേർത്ത് ഹിന്ദു കാലഘട്ടം എന്ന് വിളിക്കുന്നത് സമ്പൂർണ്ണ അസംബന്ധമാണ്. മധ്യകാലത്ത് ഇസ്ലാമിക കാലഘട്ടമെന്നോ മുസ്ലിം പീരീഡെന്നോ വിളിക്കുന്നത് അതുപോലെ അസംബന്ധമാണ്. കാരണം ഇന്ത്യ മുഴുവൻ ബാധകമായ ഒരു മുസ്ലിം ഭരണം ഉണ്ടായിട്ടില്ല. വിന്ധ്യപർവ്വതത്തിന് തെക്ക് മുസ്ലിം ആധിപത്യം ഉണ്ടായിട്ടില്ല. ബംഗാളിന് തെക്കോട്ട് മുസ്ലിം ആധിപത്യം ഉണ്ടായിട്ടില്ല. ഉത്തരേന്ത്യയിലും അക്ബറുടെ കാലത്ത്, മുഗൾ ഭരണകാലത്ത് മധ്യേന്ത്യയിലും വ്യാപിച്ച ഒന്ന് മാത്രമാണ് മുഗൾ ഭരണം. മുഗൾ ഭരണത്തെ നിങ്ങൾക്ക് മുസ്ലിങ്ങളായ ഭരണാധികാരികൾ എന്നല്ലാതെ ഇസ്ലാമിക ഭരണം എന്ന് വിളിക്കാൻ പറ്റില്ല. ഔറംഗസീബിനെ പോലും ഇസ്ലാമിക നിയമമനുസരിച്ച് ഭരിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ കടന്നാക്രമിച്ചവരായിരുന്നു ഔറംഗസീബിൻ്റെ കാലത്തെ ഉലമാക്കൾ. ആ തർക്കം അപ്പോഴും അവസാനിച്ചിട്ടില്ല. മതാത്മകമല്ല, ശരീഅത്തനുസരിച്ച് ഭരിക്കണം എന്നത് അന്നത്തെ മുസ്ലിം മതപണ്ഡിതന്മാരുടെ ആവശ്യമായിരുന്നു. ഔറംഗസീബ് അതിന് വഴങ്ങുന്നില്ല. ഇങ്ങനെ ഒരു കാലത്തും ഇന്ത്യയിൽ നിലനിന്നിട്ടില്ലാത്ത മുസ്ലിം ഭരണം എന്ന ഒന്നിനെ മുൻനിർത്തി മധ്യകാലത്തെ മുസ്ലിം കാലഘട്ടം മുസ്ലിം പീരീഡ് എന്ന് വിളിക്കുന്നു, പ്രാചീന കാലത്തെ ഹിന്ദു പീരീഡ് എന്ന് വിളിക്കുന്നു. തീർന്നില്ല.
അതിനുശേഷം ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥയായി ഇന്ത്യയുടെ ചരിത്രത്തെ അവതരിപ്പിക്കുന്നു. ഈ കഥയാണ് ഇന്നും ഇസ്ലാമിക ആക്രമണം, ഇസ്ലാമിക അധിനിവേശം എന്ന നിലയിൽ ഹിന്ദുത്വവാദികൾ ഏറ്റെടുത്ത് കൊണ്ടു നടക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇന്ത്യ ചരിത്രത്തിലെ ഒരു സ്വാഭാവിക കാര്യമേ അല്ല. ഇപ്പം ക്ഷേത്രാക്രമണങ്ങൾ ഇന്ത്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ക്ഷേത്രാക്രമണം. ക്ഷേത്രാക്രമണത്തിൻ്റെ കാരണം എന്തായിരുന്നു? ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ക്ഷേത്രാക്രമണത്തിൻ്റെ അടിസ്ഥാന കാരണം ക്ഷേത്രങ്ങൾ ഭക്തിയുടെയും ആത്മീയതയുടെയും കേന്ദ്രങ്ങൾ എന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. അതുകൊണ്ട് സമ്പത്തിന് വേണ്ടിയുള്ള എല്ലാ കിടമത്സരങ്ങളും അമ്പലത്തിലേക്ക് എത്തും. ഇപ്പം മുഹമ്മദ് ഗസ്നി സോമനാഥ ആക്രമിച്ചു, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം. സോമനാഥ ആക്രമിച്ചത് മതവിരോധം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. സോമനാഥത്തിൻ്റെ പുനഃസ്ഥാപനം ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. സോമനാഥത്തിൽ നിന്നാണ് ബാബറി മസ്ജിദിലേക്ക് മറ്റേ മൂപ്പര് അദ്വാനിയുടെ രഥയാത്ര പോയത്. നിങ്ങൾ ഓർക്കണ്ടെങ്കിൽ അറിയാം. സോമനാഥം. റോമില ഥാപ്പർ അതേക്കുറിച്ച് ഗംഭീരമായ പഠനം എഴുതിയിട്ടുണ്ട്, മെനി വോയിസസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. ഞാനതിൻ്റെ വിശദാംശമൊന്നും പറയാതെ ഒരു കാര്യം മാത്രം പറയാം. മതവിദ്വേഷം കൊണ്ട് ഒരു അമ്പലം പൊളിക്കാൻ ഒരു മുസൽമാനായ രാജാവ് തീരുമാനിക്കുന്നു എങ്കിൽ ഒരു തവണ വന്ന് ഇതങ്ങ് പൊളിച്ചിട്ട് പോയാൽ മതിയല്ലോ. ഗസ്നി 13 തവണ വന്നു അത്രേ. എന്തിനാണ് ഈ ആണ്ടോടാണ്ട് മലയ്ക്ക് പോണ പോലെ അവിടെ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് പോരുന്നത്? ഈ 13 തവണ കൊള്ളയടിച്ചിട്ടും തീരാത്ത സ്വത്ത് ബാക്കിയുള്ളതുകൊണ്ടാണ്. 14ാമത്തെ തവണ വരാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ മൂപ്പര് മരിച്ചുപോയി. അല്ലെങ്കിൽ 14ാമത്തെ തവണയും വരും. കാരണം മൂപ്പർക്കറിയാം ഇവിടെ കാശ് വരുന്നു. ഇപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാതെ തന്നെ എത്രയുണ്ട്? 1.25 ലക്ഷം കോടിയാട്ടുണ്ട്. ബി നിലവറയും കൂടി തുറന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതലുണ്ടാവും. ഇത് മധ്യകാല ഇന്ത്യൻ ക്ഷേത്രങ്ങളുടെ പൊതുരീതിയാണ്. അതുകൊണ്ട് ക്ഷേത്രാക്രമണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ അടിസ്ഥാന താല്പര്യം സമ്പത്താണ്. അമ്പലം കൊള്ളയടിക്കാൻ സൈനിക സംവിധാനം ഉണ്ടാക്കിയ ഹിന്ദു രാജാവുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ വംശാവലി കാവ്യമുണ്ടല്ലോ, രാജതരംഗിണി, കൽഹണൻ്റെ രാജതരംഗിണി. കാശ്മീരിലെ ചക്രവർത്തിയായിരുന്ന രാജാവായിരുന്ന ഹർഷൻ്റെ കൊട്ടാരം കവിയാണ് കൽഹണൻ. ഹർഷവർദ്ധനനല്ല കേട്ടോ, വേറെ ഹർഷനാണ്, കാശ്മീരിലെ ചക്രവർത്തിയാണ്. ഈ ബുദ്ധരാജാക്കന്മാരുടെയൊക്കെ പേര് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു മനോഹരമായ പേരാണ്. ഹർഷവർദ്ധനൻ, അശോകൻ എന്നൊക്കെയാണ്. ആ പേരിന് തന്നെ ഒരു മഹിമയുണ്ട്, അല്ലാതെ വിക്രമാദിത്യൻ എന്നല്ല. അത്യത്ത് വിക്രമാണ്, മറ്റൊരു ആനന്ദമാണ്. അതുകൊണ്ട് ആ ബുദ്ധൻ്റെ ഈ പ്രതിമകളുണ്ടല്ലോ, അശോകസ്തംഭത്തിലെ ഈ ധർമ്മം ഉദ്ഘോഷിക്കുന്ന 4 സിംഹങ്ങളെയാണല്ലോ ദേശീയ ചിഹ്നമാക്കി മാറ്റിയത്. അതിലെ ശമം എടുത്തു മാറ്റി രൗദ്രമാക്കിയിട്ടാണ് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മുകളിൽ വേറെ 4 വച്ചിട്ടുണ്ട്. ആ സിംഹത്തെക്കുറിച്ച് പണ്ട് വള്ളത്തോൾ എഴുതിയ ഒരു വരി കവിതയിൽ പറയുന്നുണ്ട്, ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ശമം ശീലിച്ചതാണ്. ആ ശമത്തിൻ്റെ മുകളിൽ രൗദ്രത്തെ പ്രതിഷ്ഠിക്കാനാണ് ഇത് പൊളിച്ചു മാറ്റിയിട്ട് വേറെ സാധനം കെട്ടിക്കയറ്റിയിട്ടുള്ളത്. അതൊക്കെ വളരെ കൃത്യമാണ്, അവരുടെ യുക്തിക്കനുസരിച്ച് അത് കൃത്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹർഷൻ്റെ കൊട്ടാരം കവിയായ കൽഹണൻ എഴുതിയ രാജതരംഗിണിയിൽ ഈ ഹർഷൻ്റെ കൊട്ടാര സദസ്സിലെ സൈനികാധിപന്മാരിൽ ഒരാളുടെ സ്ഥാനപ്പേരായി കൊടുത്തിട്ടുള്ളത് ദേവോത്പാടന നായകൻ എന്നാണ്. ദേവോത്പാടന നായകൻ എന്താണ് മൂപ്പരുടെ പണി? രാജ്യത്തെ ഖജനാവിൽ കാശില്ലാണ്ടാവുമ്പോൾ നാട്ടിൽ അമ്പലങ്ങൾ കൊള്ളയടിച്ച് കാശ് ഖജനാവിലെത്തിക്കാനുള്ള ആണ് മൂപ്പരുടെ പണി. അമ്പലം കൊള്ളയടിക്കാൻ ഒരു സ്ഥിരം സൈന്യത്തെ ഉണ്ടാക്കി അതിൻ്റെ തലവനെ രാജസഭയിലെ അംഗമാക്കുന്നത് ഒരു ഹിന്ദു രാജാവാണ്. അല്ലാതെ നാട്ടുകാർ മുഴുവൻ മതമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയല്ല. ഇപ്പോൾ ഔറംഗസീബും ശിവജിയും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഔറംഗസീബിന് വേണ്ടി ശിവജിയെ യുദ്ധക്കളത്തിൽ തോൽപ്പിച്ച് ശിവജിയെ ഒരു വട്ടം തടവിലാക്കുന്ന ആളുടെ പേര് രാജാ ജയസിംഹൻ എന്നാണ്, രജപുത്രനാണ്. അല്ലാതെ ഹിന്ദുക്കൾ മുഴുവൻ ഇവർ പറയുന്നത് പോലെ ശിവജിയുടെ കൂടെ, മുസ്ലിങ്ങൾ മുഴുവൻ ഔറംഗസീബിൻ്റെ കൂടെയൊന്നുമല്ല. ഹിന്ദു ജനജാഗരണമൊന്നുമല്ല ശിവജി. ശിവജി ഒരു രാജാവ്, ഔറംഗസീബ് വേറെ രാജാവ്, അവർ തമ്മിൽ അടിയുണ്ട്. റാണാപ്രതാപും അക്ബറും തമ്മിലുള്ള കലഹം എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടാണ്, മതത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. മതത്തിന് വേണ്ടിയാണെന്നൊക്കെ ചിലപ്പോൾ അവർ പുറമേ പറയും. അതിപ്പോൾ ബോംബ് പൊട്ടിച്ചിട്ട് കാർഷിക വികസനത്തിനാണെന്ന് ഇന്ത്യ ഗവൺമെൻറ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആറ്റം ബോംബ് ഉണ്ടാക്കിയ സമയത്ത് അന്ന് ഗാന്ധിയൊന്നും പോയി തീർന്നിട്ടില്ല. നമ്മുടെ പൊക്രാനിലെ ആദ്യത്തെ ബോംബ് സ്ഫോടനം നടത്തിയല്ലോ. അപ്പോൾ പത്രസമ്മേളനത്തിൽ ചോദിച്ചു, എന്തിനായിരിക്കും ഈ ബോംബ് ഉപയോഗിക്കുക, ആണവോർജ്ജം ഉപയോഗിക്കുക? കാർഷിക വികസനത്തിനാണ് ആണല്ലോ, വെണ്ടയ്ക്കും വഴുതനങ്ങയൊക്കെ വളർത്താനായിട്ട് ആറ്റം ബോംബ് എന്ന് പറയുന്നത് പോലെ ഭരണകൂടം മൊത്തത്തിൽ നുണ പറയും, അത് രാജാക്കന്മാരും പറയും. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഈ മതകലഹങ്ങൾ, ഇപ്പോൾ ടിപ്പുവും വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിലെ ടിപ്പു ആക്രമിച്ചതിൻ്റെ കാരണം എന്താണ്? മതവിദ്വേഷമാണ്.
മതവിദ്വേഷമാണെങ്കിൽ എന്തിനാണ് ടിപ്പു സുൽത്താൻ ശൃംഗേരി മഠത്തിന് ഇത്രയും പണം കൊടുത്തത്? ശൃംഗേരി മഠം ടിപ്പുവിനെ പിന്തുണച്ചത്? പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിപ്പുവും കമ്പനിയും തമ്മിലുള്ള യുദ്ധത്തിൽ വടക്കേ മലബാറിലെ ജന്മിമാരും അവരുടെ അമ്പലങ്ങളും അന്നത്തെ താവളങ്ങളാണ്, അത് മുഴുവൻ കമ്പനിയുടെ കൂടെയായിരുന്നു. ശൃംഗേരി മഠം ടിപ്പുവിൻ്റെ കൂടെയായിരുന്നു. തൻ്റെ കൂടെ നിന്ന ആളുകൾക്ക് ടിപ്പു കാശ് കൊടുത്തു, അവരെ ടിപ്പുവും സഹായിച്ചു, ടിപ്പുവിനെ അവരും സഹായിച്ചു. ജന്മിമാർ മറ്റേ കമ്പനിയുടെ കൂടെ നിന്നു. അതുകൊണ്ട് കമ്പനിക്കെതിരായ യുദ്ധം സ്വാഭാവികമായിട്ടും ഈ ക്ഷേത്രങ്ങളിലേക്ക് വരികയും ക്ഷേത്രങ്ങൾ ആക്രമിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. ഇപ്പം എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, ഏതമ്പലം പൊളിഞ്ഞു കിടക്കുകയാണെങ്കിലും ടിപ്പുവിൻ്റെ അക്കൗണ്ടിലാണ്. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെയാണ്, മൂപ്പരൊന്നും ആ പരിസരത്ത് വന്നിട്ടില്ല, ആലുവ പുഴ കിടന്ന് അപ്പുറത്തേക്ക് വരാനേ പറ്റിയിട്ടില്ല. പക്ഷെ പൊളിഞ്ഞ അമ്പലമൊക്കെ ടിപ്പുവിൻ്റെ അക്കൗണ്ടിലാണ്. ടിപ്പു വിളിച്ചു, എത്ര കൊല്ലം പഴക്കമുണ്ട്? അതിന് മൊത്തം കണക്ക് 5000 കൊല്ലം എന്നാണ്. മനുഷ്യവാസം ആയിട്ടുണ്ടായിരുന്നില്ല വാസ്തവത്തിൽ, എന്നാൽ 5000 കൊല്ലം എന്നാണ്. ഇങ്ങനെ അസംബന്ധങ്ങളുടെ ഒരു കെട്ടുകാഴ്ചയായിട്ട് നമ്മുടെ ഭൂതകാലവും മുമ്പും ഉണ്ട് ഇത്. പക്ഷേ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം നിവർത്തിയില്ല. കാരണം എല്ലാ വീട്ടിലേക്കും എല്ലാ കാലത്തും ദേ നോക്ക് നമ്മുടെ അമ്പലത്തിന് 5000 കൊല്ലം പഴക്കമുണ്ട് എന്ന് വീട്ടിൽ വരികയാണ് അറിയിപ്പ്. പിന്നെ നിക്കക്കള്ളിയില്ല. അഭിമാനം കൊണ്ട് ഇമാതിരി അസംബന്ധങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തൊരു ഭൂതകാലമാണ് വാസ്തവത്തിൽ ഇന്ന് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ ആയുധത്തിലെ ഏറ്റവും വലിയ സംഭരണശാല. ഇതിനോടെങ്ങനെ എതിരിടാൻ കഴിയും എന്നതിൽ ഒരുപക്ഷെ നാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭൂതകാലത്തെ മതനിരപേക്ഷമായി മനസ്സിലാക്കുകയും അതിൻ്റെ മതനിരപേക്ഷവൽക്കരണത്തെ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഘടകമായി ഏറ്റെടുക്കുകയും ചെയ്യാതെ വാസ്തവത്തിൽ ഹിന്ദുത്വത്തെ നേരിടാൻ പറ്റില്ല. പണ്ട് ഞങ്ങളുടെ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന സമയത്ത് കെ.എൻ. പണിക്കർ മാഷ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാനത് ഇവിടെ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മാഷ് പറയും, നിങ്ങൾക്ക് വർഗീയതയെ ജാഥ നടത്തി തോൽപ്പിക്കാൻ പറ്റില്ല. അതിന് കാരണം എന്താ വെച്ചാൽ, ജാഥയിലും വേണ്ടത്ര വർഗീയവാദികളുണ്ടാവും. അത് അവർ RSSൽ പ്രവർത്തിച്ചിട്ടോ BJP ആയിട്ടോ ഒന്നുമല്ല, മറിച്ച് ഞാനീ പറഞ്ഞ ഭൂതകാല ബോധമുണ്ടല്ലോ, ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ ബഹുത്വത്തെയോ മതനിരപേക്ഷതയെയോ വൈവിധ്യത്തെയോ ഉൾക്കൊള്ളുന്നതിന് പകരം അതിനെ ഏകശിലാത്മകമായൊരു ഭൂതകാലമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ തങ്ങൾ സെക്കുലറാണെന്ന് കരുതി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഈ വേരവിടെയുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായി പരാജയപ്പെട്ടാലും ഹിന്ദുത്വം തോൽക്കാത്തത്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഹിന്ദുത്വം പരാജയപ്പെടുന്നില്ല. എപ്പോൾ വേണമെങ്കിലും പൊട്ടി മുളയ്ക്കാവുന്ന മട്ടിൽ സംസ്കാരത്തിൻ്റെ ഒരു വലിയ അടിപ്പടവിൽ അതിങ്ങനെ വേരുപിടിച്ച് കിടക്കുന്നുണ്ട്. അതിനെ അഴിച്ചു കളയുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ ഈ സാമ്രാജ്യത്വ ചരിത്രകാരന്മാരുണ്ടാക്കിയെടുത്ത ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ മതവൽക്കരണം, ഹിന്ദു മുസ്ലിം സംഘർഷം, മധ്യകാലത്ത് ഇസ്ലാമിക അധിനിവേശം തുടങ്ങിയ അസംബന്ധങ്ങളുടെ വലിയൊരു ലോകം വാസ്തവത്തിൽ നമ്മുടെ പൊതുബോധത്തെ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മണ്ഡലം എന്നത് വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമുഖമാണ്. അതൊരു അനുബന്ധ മേഖലയല്ല. വർഗീയതയുടെ ആധാര സ്രോതസ്സ് രാഷ്ട്രീയം പോലുമല്ല. വർഗീയതയുടെ ആധാര സ്രോതസ്സ് സംസ്കാരത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അടിപ്പടവുകളാണ്. ഈ അടിപ്പടവിൽ കടന്നു കയറി യുദ്ധം ചെയ്യാൻ പറ്റുമോ, എതിരിടാൻ പറ്റുമോ? അതിന് ഇന്ത്യയിൽ നടന്ന വലിയ ശ്രമങ്ങളിലൊന്നായിരുന്നു ഗാന്ധിയുടേത്. മറ്റൊരു ശ്രമം നടത്തിയത് അംബേദ്കറാണ്. അംബേദ്കർ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ബ്രിട്ടീഷ് യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റിൻ്റെ യുക്തികൾ കൊണ്ട് അതിനെ നേരിടാനാണ് ശ്രമിച്ചതെങ്കിൽ അവസാനത്തെ 4-5 വർഷക്കാലം അതിൻ്റെ കൗണ്ടർ കൾച്ചറായിട്ട് അദ്ദേഹം ബുദ്ധമതത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. മൈത്രി എന്ന സങ്കല്പത്തെ മുൻനിർത്തി ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിക്കാനും സാമൂഹികമായ വിഭജനങ്ങൾക്കെതിരെയുള്ള ഒരു സ്നേഹഭാവത്തെ ഇന്ത്യയുടെ ഭൂതകാലത്തിൽ നിന്ന് തന്നെ കണ്ടെത്തി ബ്രാഹ്മണ്യത്തെ ചെറുക്കാൻ പറ്റുന്ന ഒരു സമാന്തര ഭൂതത്തെ സൃഷ്ടിക്കാനും അംബേദ്കർ നടത്തിയ ശ്രമങ്ങൾ. ഗാന്ധി വേറൊരു നിലയിൽ ഹിന്ദുത്വത്തിനകത്ത് തന്നെ, ഹിന്ദുമതത്തിനകത്ത് തന്നെ അതിൻ്റെ കെട്ടുപൊട്ടിക്കാൻ ഗാന്ധി ശ്രമം നടത്തി. അത് ഏറ്റവും നന്നായി മനസ്സിലായ ആൾ ഗോഡ്സെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഷിംല കോടതിയിലെ പ്രസ്താവനയുണ്ടല്ലോ, ആ പ്രസ്താവനയിൽ ഗോഡ്സെ പറയുന്ന ഒന്നാമത്തെ കാര്യം ഗാന്ധിയെ കൊന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹിംസ മുതലായ മൂല്യങ്ങൾ കുത്തിക്കടത്തി ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ്. വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അഹിംസ ഹിന്ദുമതത്തിൻ്റെ സ്വാഭാവിക ഭാഗമേ അല്ല. ചില പ്രസ്താവനയൊക്കെ ഉണ്ടാവും കേട്ടോ, അഹിംസ പരമോധർമ്മ എന്നൊക്കെ അവിടെ ചിലപ്പോൾ കാണും. അതിപ്പോൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പോലെയാണ്. മുകളിലെ ശ്ലോകം കൂടി വായിച്ചാൽ കേസ് ഇട്ട് മാറും. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ആദ്യത്തെ വരി വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലതാണ്.
അത്രയും നല്ലത്. ഞാനിപ്പോൾ അതൊരു കുറ്റകൃത്യമായിട്ടൊന്നും പറയുകയല്ല. ആ കാലത്തിൻ്റെ യുക്തിക്കകത്ത് അതൊക്കെ വന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച ഒരാൾക്ക് കടന്നു പോകാം. അതുകൊണ്ട് ശ്ലോകം കൊണ്ട് ഇതിന് അർത്ഥം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. മറിച്ച് ഇപ്പോൾ സനാതനധർമ്മം എന്ന വാക്കെടുക്കൂ. സനാതനധർമ്മം എന്ന വാക്ക് ധമ്മോ സനാതന എന്ന് ആദ്യം പ്രയോഗിക്കുന്നത് ബുദ്ധമതമാണ്. ബുദ്ധമതത്തിലെ ത്രിപിടകങ്ങളുണ്ടല്ലോ, 3 പിടകങ്ങൾ: സുത്തപിടകം, വിനയപിടകം, അഭിധമ്മ പിടകം. അതിൽ സുത്തപിടകത്തിലെ സുഭാഷിത സുത്തത്തിലാണ് ധമ്മോ സനാതന എന്ന പേരിൽ ധനാതന ധർമ്മം എന്ന ആശയം ആദ്യമായിട്ട് വരുന്നത്. അതെന്താണ്? അത് ഇവർ പറയുന്ന സനാതനധർമ്മമൊന്നുമല്ല. അത് ബുദ്ധമതം മുമ്പോട്ട് വച്ച അടിസ്ഥാനപരമായ ബ്രഹ്മവിഹാരങ്ങളെന്ന് ബുദ്ധമതം നിർദ്ദേശിച്ച മൈത്രി, കരുണ, മുദിതം, ഉപേക്ഷ, ഈ 4 ധാർമ്മിക മൂല്യങ്ങളെയാണ് സനാതനങ്ങളായ മൂല്യങ്ങളായിട്ട് വെച്ചത്. സനാതനങ്ങളായ ചില ധർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ മതങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന് നാരായണഗുരു പറയുമ്പോൾ ഗുരു ഉദ്ദേശിക്കുന്നത് ക്രിസ്തുമതത്തിലെ സ്നേഹം, ഇസ്ലാമിലെ സാഹോദര്യം, ബുദ്ധമതത്തിലെ കരുണ, വേദാന്ത ഹിന്ദുമതത്തിലെ ഏകം മുതലായ മൂല്യങ്ങളാണ് സനാതനങ്ങളായ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഇവർ സനാതനധർമ്മം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവിടുത്തെ സനാതനത്തിൻ്റെ അർത്ഥം വേദങ്ങളുടെ സനാതനത്വമാണ്. വേദപ്രമാണം, വേദങ്ങൾ ശാശ്വത സത്യമാണ് പ്രതിപാദിക്കുന്നതെന്നും വേദങ്ങളുടെ ശാശ്വതത്വത്തെയാണ് നാം പിൻപറ്റുന്നതെന്നും അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല, ഉള്ളതാണ്. മന്ത്രസൃഷ്ടാവ് എന്നല്ല, മന്ത്രദ്രഷ്ടാവ് എന്നാണ് പറയുക. മന്ത്രസൃഷ്ടാവായാൽ മന്ത്രം എഴുതിയ ആളാവും, മന്ത്രദ്രഷ്ടാവായാൽ ഉള്ളതിനെ കാണുന്ന ആളായിത്തീരും. ഉള്ളതുണ്ടാകുന്നതല്ല, ഉള്ളതാണ്, സ്വയമേ ഉള്ളതാണ്. വേദതത്വങ്ങൾ സ്വയമേ ഉള്ളതാണെന്നും അത് കണ്ടെഴുതിയ ആളുകളാണ് ഋഷിമാർ എന്നും സങ്കല്പിച്ച് ആ വേദതത്വത്തിൻ്റെ ശാശ്വതത്വത്തെ മുൻനിർത്തിയാണ് സനാതനമെന്ന ആശയം ബ്രാഹ്മണ മതത്തിൽ വരുന്നത്. വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും, ഊരുക്കളിൽ നിന്ന് വൈശ്യനും, പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുന്നത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ്, 10-ാം മണ്ഡലത്തിലാണ്. ഇത് സനാതന തത്വമാണെങ്കിൽ സനാതനമെന്ന സങ്കല്പം തന്നെ ജാതി വർണ്ണധർമ്മമാണ്. അതുകൊണ്ട് വേദങ്ങളെ മുൻനിർത്തുന്ന സനാതന തത്വവും മൈത്രിയും കരുണയും മുദിതവും ഉപേക്ഷയും പോലുള്ള ബുദ്ധധർമ്മങ്ങളിൽ നിന്ന് വരുന്ന സനാതനവും വാക്കു പുറമെ ഒന്നാണെന്ന് തോന്നുമെങ്കിലും രണ്ടും 2 കാര്യമാണ്. മൈത്രി സനാതനാവുന്നതോടെ ജാതിഭേദങ്ങൾ ഇല്ലാതാവും, വേദം സനാതനാവുന്നതോടെ വർണ്ണജാതി സങ്കല്പം ഉറയ്ക്കും. രണ്ടും ഒരേ വാക്കായിട്ടാണ് വരിക എന്നതുപോലെയുള്ള, ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ ഭൂതകാലത്തിലെ ഈ വൈവിധ്യങ്ങളെ വേണ്ട പോലെ തിരിച്ചറിയാനും ആ വൈവിധ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉള്ളടരിലെ ബഹുത്വത്തെ സ്വയമേ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ മുകളിൽ കൃത്രിമമായി ആരോപിക്കപ്പെട്ട ഏകതാനതയും മതാത്മകതയുമാണ് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ വീക്ഷണത്തിലെ മുഖ്യ സ്വഭാവമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിനെ വെല്ലുവിളിക്കാൻ കഴിയുക എന്നുള്ളതാണ് വാസ്തവത്തിൽ വർഗീയതക്കെതിരായ സമരത്തിലെ കേന്ദ്ര പ്രശ്നം എന്നതാണ് ഞാൻ പറഞ്ഞു തന്ന കാര്യം. അതുകൊണ്ട് ബഹുസ്വരത എന്ന് പറയുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ബഹുസ്വരത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂതകാലത്തിന് മുകളിലേക്ക് നാം ഇവിടെ നിന്ന് കൃത്രിമമായി ആരോപിക്കേണ്ട ഒരു കാര്യവുമല്ല. ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ, ഇന്ത്യൻ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം അതാണ്. ഹിന്ദുത്വം അടിമുടി എതിർത്തുകൊണ്ടിരിക്കുന്നതും ഈ ബഹുത്വത്തെയാണ്. ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 1-ാമത്തെ ആർട്ടിക്കിൾ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ അഥവാ ഭാരതം യൂണിയനുകളുടെ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനായിരിക്കും. ഈ ഭരണഘടന നിലവിൽ വന്നതിന് പിന്നാലെ ഗോൾവൾക്കർ എഴുതുന്നത് ഈ 1-ാമത്തെ ആർട്ടിക്കിള് വിഭജനത്തിൻ്റെ വിത്താണ് എന്നാണ്. കാരണം ഏകമാനമായ ഒരു രാഷ്ട്രമെന്ന സങ്കല്പത്തെ നിരസിച്ച് പ്രാദേശിക വൈവിധ്യങ്ങൾ, ബഹുത്വങ്ങൾ, അവയുടെ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയെ മുൻനിർത്തിയുള്ള ഐക്യം എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രഭാവനയുടെ അടിസ്ഥാനം. മറിച്ച് ഹിന്ദുത്വം കരുതുന്നത് 5000-ഓ അതിലധികമോ വർഷങ്ങളായി നിരന്തരമായി തുടരുന്ന ഏതോ ഒരു പാരമ്പര്യത്തിൻ്റെ ഇങ്ങേത്തലയാണ് ഈ രാഷ്ട്രം എന്നാണ്. നോക്കൂ, പഴശ്ശി രാജാവല്ല മഹാത്മാഗാന്ധി. പഴശ്ശി രാജാവിൻ്റെ ബ്രിട്ടീഷ് വിരോധം മലബാറിലും കുറുമ്പനാട്ട് താലൂക്കിലും കരം പിരിക്കാനുള്ള അവകാശം തനിക്ക് തരാതെ അമ്മാവനായ കേരളവർമ്മയെ ഏൽപ്പിച്ചതാണ്. അല്ലാതെ കമ്പനി ഭരിക്കുന്നൊന്നുമല്ല കേട്ടോ. ഇപ്പം ആരും അതൊന്നും ഓർക്കാറില്ല. കമ്പനിക്കെതിരെയൊന്നും അല്ല വാസ്തവത്തിൽ പഴശ്ശിയുടെ യുദ്ധം തുടങ്ങുന്നത്. പഴശ്ശിയുടെ തർക്ക വിഷയം എന്തായിരുന്നു? പഴശ്ശിയുടെ തർക്ക വിഷയം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നോ മലബാർ വിടണമെന്നൊന്നുമല്ല. കുറുമ്പനാട്ട് കരം പിരിക്കാൻ അവകാശം തനിക്കായിരിക്കുന്നു, തനിക്ക് തരാതെ കുറെക്കൂടി അനുസരണയുള്ള അമ്മാവന് കമ്പനി അത് ഏൽപ്പിച്ചു കൊടുത്തു. ഇതിന് പകരം പഴശ്ശിക്ക് കൊടുത്തിരുന്നെങ്കിൽ പഴശ്ശി വളരെ ക്ലീനായിരുന്നു.
നോക്കൂ, ടിപ്പു സുൽത്താനും കമ്പനിയും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് പഴശ്ശി കമ്പനിയുടെ കൂടെയാണ്, ടിപ്പുവിൻ്റെ കൂടെയൊന്നുമല്ല, കമ്പനിയുടെ കൂടെയാണ്. തർക്കം വന്നത് ഇതിന് ശേഷമാണ്. ഗാന്ധിയുടെ പ്രശ്നം കരംപിരിവൊന്നും ആയിരുന്നില്ല, ഗാന്ധിയുടെ പ്രശ്നം സ്വരാജ് ആയിരുന്നു. അത് ഇന്ത്യയിലെ അവസാന മനുഷ്യനും സ്വാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സ്വാധികാരമുള്ള ഒരു രാജ്യമെന്ന വേറെ ഒരു സങ്കല്പമാണ്. ഞാൻ പഴശ്ശിയുടെ സമരത്തെ കുറച്ച് പറയുകയല്ല, അതിൻ്റെ മഹിമയും കുറച്ച് പറയുകയല്ല. പക്ഷേ പഴശ്ശിയുടെ താവഴിയിൽ ഇങ്ങേയറ്റത്തെത്തിയ ഒരാളാണ് ഗാന്ധി എന്ന് ധരിക്കരുത്. അങ്ങനെയല്ല. പഴശ്ശിയിൽ മധ്യകാല നാടുവാഴുത്തത്തിൻ്റെ അവശിഷ്ടാധികാരങ്ങളുടെ പുനഃസ്ഥാപനം എന്ന ചെറിയ ലക്ഷ്യമേ ഉള്ളൂ. ഗാന്ധിയിൽ ആധുനികനായ എല്ലാ മനുഷ്യർക്കും സമ്പൂർണമായ സ്വാധികാരമുള്ള പുതിയൊരു രാഷ്ട്രം എന്ന സങ്കല്പമുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഭീമാകാരമായ അകലമുണ്ട്. ഈ അകലത്തെ മറച്ചു വെച്ച് പഴശ്ശിയിൽ നിന്ന് തുടങ്ങുന്നു, വേലുത്തമ്പിയും തുടങ്ങുന്നു, ഝാൻസി റാണിയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ ചരിത്രത്തിൻ്റെ സങ്കീർണമായ കുഴമറിച്ചിലുകൾ നമുക്ക് നഷ്ടപ്പെടും. കാരണം പഴശ്ശിയെ സംബന്ധിച്ചും ഝാൻസി റാണിയെ സംബന്ധിച്ചും, എന്തിന് തിലകനെ സംബന്ധിച്ചു പോലും ഇന്ത്യ എന്നതൊരു മതരാഷ്ട്രമാണ്. നവോത്ഥാനത്തിൻ്റെ എല്ലാ സംരംഭങ്ങളെയും തള്ളിക്കളഞ്ഞ ആളായിരുന്നു തിലകൻ. ബാല്യകാല വിവാഹം നിരോധിക്കാനുള്ള ശ്രമങ്ങളെ മുഴുവൻ തള്ളിപ്പറഞ്ഞു. ഇപ്പം വിവേകാനന്ദൻ തന്നെ ഒരു ഘട്ടത്തിൽ പേര് പറയാതെ പറയുന്നുണ്ട്, 10 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹിതയാകുന്നതിലാണോ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആനന്ദം എന്ന് വിവേകാനന്ദൻ മൊനവെച്ച് ചോദിക്കുന്നത് തിലകനോടാണ്. ജാതി പ്രശ്നമൊന്നും തിലകന് പ്രശ്നമേ ആയിരുന്നില്ല, വിധവാവിവാഹം അനുവദിക്കായിരുന്നില്ല. യാഥാസ്ഥിതികത്വത്തിൻ്റെ കൊടും കോട്ടയായിരുന്നു തിലകൻ. ആ തിലകനിൽ നിന്ന് ഇന്ത്യ അയിത്തോച്ചാടനം എന്നതിനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയാണ് ഗാന്ധി ചെയ്തത്. അപ്പോൾ 1935 ഗാന്ധിക്കെതിരെ ഹിന്ദുത്വവാദികൾ, ചിത്പാവൻ ബ്രാഹ്മണർ ബോംബെറിഞ്ഞു പൂനെയിൽ വെച്ച്. അതെന്തിനായിരുന്നു? അല്ലാതെ 48 ജനുവരി 20-നും 30-നും 2 തവണയൊന്നുമല്ല. 35 തുടങ്ങി 6ാമത്തെ വധശ്രമത്തിലാണ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഈ 35 തുടങ്ങുന്ന ഗാന്ധിയോടുള്ള ശത്രുതയുടെ കാരണം എന്താണ്? അയിത്തത്തിനെതിരെ, ജാതി വിഭജനത്തിനെതിരെയുള്ള ഗാന്ധിയുടെ നിലപാടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെ പ്രകോപിപ്പിച്ചത്. അതാണ് 35 ബോംബെറിഞ്ഞത്. ഗാന്ധി വന്ന കാറ് വേറെ ആയതുകൊണ്ട് ആദ്യം വന്ന കാറിൽ ഗാന്ധി ഉണ്ടെന്ന് കരുതി അതിനാ ബോംബെറിഞ്ഞത്. ആ കാറ് കത്തിത്തീർന്നു പോയി. അതിൻ്റെ അവശിഷ്ടം പൂനെയിലെ ഗാന്ധി മ്യൂസിയത്തിൽ ഇപ്പോഴുണ്ട്. 2ാമത്തെ കാറിലാണ് ഗാന്ധി വന്നത്. അന്നു മുതൽ ഇന്ന് വരെ. അതുകൊണ്ട് ബ്രാഹ്മണ്യത്തിൻ്റെ ഈ ഏകാത്മകമായ രാഷ്ട്രഭാവന എന്നത് ചെറിയൊരു അപകടമൊന്നുമല്ല. അത് ഇന്ത്യൻ ജീവിതത്തിൽ ആകമാനം വേരുപിടിച്ച് നിൽക്കുന്ന ഒരു വിധ്വംസകമായ ആശയമാണ്. അതിനെതിരെ ജനാധിപത്യത്തിൻ്റെ, സമത്വത്തിൻ്റെ, മൈത്രിയുടെ, സാഹോദര്യ ഭാവനയുടെ വലിയൊരു ലോകത്ത് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അതിലൊന്നാമതായി നാം തിരിച്ചറിയേണ്ട കാര്യം, ഇന്ത്യ ഏകാത്മകമായ ഒരൊറ്റ കല്ലിൽ കൊത്തിയെടുത്തൊരു ഭൂതകാലമല്ല ഇന്ത്യക്കുള്ളത്. പങ്കുവയ്പ്പുകളുടെ, കൂടിക്കലരലുകളുടെ, കൊടുക്കൽ വാങ്ങലുകളുടെ, പാരസ്പര്യത്തിൻ്റെ, അന്യോന്യത്തിൻ്റെ വഴിയാണ്. അനന്യതയുടെ വഴിയല്ല, അന്യോന്യത്തിൻ്റെ വഴിയാണ്. ഞാൻ നിനക്കും നീ എനിക്കും വേണ്ടി നിലകൊള്ളുന്ന പങ്കുവയ്പ്പിൻ്റെ ഒരു വലിയ ഭൂതകാലം വാസ്തവത്തിൽ ഏതാണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലം മുതൽ ഇന്ത്യാ ചരിത്രത്തിലുണ്ട്. ആ ഭൂതകാലത്തെ വീണ്ടെടുക്കുക എന്ന വലിയൊരു പരിശ്രമത്തിലൂടെ മാത്രമേ വാസ്തവത്തിൽ ഹിന്ദുത്വത്തെ നമുക്ക് രാഷ്ട്രീയമായും സാംസ്കാരികമായും പ്രതിരോധിക്കാൻ കഴിയൂ. അത് രാഷ്ട്രീയ മുഖത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല, മനുഷ്യരുടെ അവബോധ രൂപീകരണത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കേണ്ട ഒരു മഹാസമരമാണ്. ആ മഹാസമരം കേരളത്തിൽ വലിയ തോതിൽ നടത്തിയ ഒരാൾ കൂടിയായിരുന്നു അഴീക്കോട് മാഷ്. ഞാൻ ഈ പറഞ്ഞ പ്രഭാഷണം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, ഭാരതീയ എന്ന പേരിൽ അതിപ്പോഴും പുസ്തകമായിട്ടുണ്ട്. ആ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പങ്കുവയ്പ്പുകളുടെ ഈ ദീർഘചരിത്രം ഓരോ കാലത്തും വിജ്ഞാന സങ്കല്പമായി, കലയായി, ഭരണകൂടയുക്തിയായി, ഇതിഹാസ പാരമ്പര്യങ്ങളായി ഇന്ത്യയിൽ ഇങ്ങനെ കൈമാറി വന്നത് എന്നതിൻ്റെ സുദീർഘമായ ഒരു വിവരണം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ബഹുസ്വരത എന്നത് ഒരു പുറമേ നിന്നുള്ള ആരോപണമല്ല, അടിസ്ഥാന സ്വഭാവമാണ്. ഏകത എന്നതാണ് വാസ്തവത്തിൽ നാം അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ ആശയം. വൈവിധ്യം എന്നത് സഹജമാണ് ജീവിതത്തിലുടനീളം. ആ ജീവിത മൂല്യത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു പ്രേരണയായി മാഷ്ടെ ഓർമ്മയെയും നാം ഉപയോഗപ്പെടുത്തണം എന്ന ആഗ്രഹം പങ്കുവയ്ക്കുന്നു. നമസ്കാരം.